ഏറ്റുമുട്ടുന്ന അറിവും വിവേകവും ഒന്നിക്കുന്ന ഈ ഒരു അരങ്ങിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇത് RG Media 360 presents YXO കേരള. ഞങ്ങളുടെ YXO കേരളയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ യൂത്തും ഓൾഡും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് നടത്താൻ പോകുന്നത്. ഓൾഡ് എന്ന് പറച്ചിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരുപാട് നല്ല കാര്യങ്ങൾ ആ ഒരു തലമുറയിൽ നിന്ന് ഏറ്റെടുത്ത് ഇന്നത്തെ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഭയങ്കര എനർജിയുള്ള ഒരുപാട് പേരെ നമ്മുടെ ഈ ഒരു കോമ്പറ്റീഷൻ തുടങ്ങി ഞാൻ ടീമിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പഴമയെ ഇഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങളും ഇവിടെ വരാറുണ്ട്. എന്നാൽ ഇവർ തമ്മിലുള്ള ഒരു റിഫ്റ്റാണ് ഈ ഒരു ഷോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങളിങ്ങനെ പ്രസൻറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പോലെ ഞങ്ങളുടെ രണ്ട് ടീമിലെ ആൾക്കാരെ ഞാനൊന്ന് വിളിച്ചോട്ടെ. റെഡിയല്ലേ? ഓക്കെ, ആദ്യം തന്നെ വേദിയിലേക്ക് എത്തുന്നു ടീം ഓ. ഏറെ അറിയുന്ന മുഖങ്ങളൊക്കെ നമ്മുടെ O ടീമിൽ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഉഷാറായിട്ടുള്ള 3 പേരെയാണ് നമുക്ക് ഇന്ന് O ടീമിൽ കിട്ടിയിരിക്കുന്നത്. ഭയങ്കര സന്തോഷമുണ്ട്. അവരാരൊക്കെയാണെന്നൊക്കെ എനിക്ക് പേഴ്സണലി അറിയുന്ന ഭയങ്കര അടുപ്പമുള്ള കുറച്ച് പേരൊക്കെ ഉണ്ട്. എന്നാലും നിങ്ങളിലേക്ക് അത് ഞാൻ എത്തിക്കാം. അതിന് മുമ്പായിട്ട് ചേച്ചി, നമുക്ക് ബാക്കി മത്സരിക്കാൻ എത്തുന്ന ഇന്നത്തെ കുഞ്ഞു മക്കളെ കൂടി ഒന്ന് ഇൻവൈറ്റ് ചെയ്താലോ സാറേ? റെഡി? ഓക്കെ. അപ്പോൾ ഇനി വേദിയിലേക്ക് എത്താൻ പോകുന്നത് കഴിഞ്ഞ ഒരുപാട് മത്സരങ്ങളിലൂടെ നമ്മൾ കാണാറുണ്ട്. കിഡിലൻ കുട്ടികളാണ് നമ്മുടെ Y ടീമിൽ മാറ്റുരയ്ക്കാൻ എത്തിക്കൊണ്ടേയിരിക്കുന്നത്. സോ ഇന്നത്തെ നമ്മുടെ 3 എനർജറ്റിക് ദ ബംബിൾ ബീസിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യാൻ പോവാണ്. ദ ടീം Y. സോ നമ്മുടെ O ടീമും Y ടീമും ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഇവർ ആരൊക്കെയാണെന്നൊക്കെ ഒന്നറിയാൻ പോവാണ്. O ടീമിൽ സാറിൽ നിന്ന് തുടങ്ങാം. സാർ, പേരെന്താണ്, വീട്ടിൽ ആരൊക്കെയുണ്ട് എന്നെല്ലാം നമുക്ക്. എൻ്റെ പേര് മോഹൻകുമാർ. ഞാൻ റൂറൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയർ ചെയ്ത അഡീഷണൽ ഡെവലപ്മെൻറ്റ് കമ്മീഷണറാണ്. ഓക്കെ ഓക്കെ. വീട്ടിൽ വൈഫും എൻ്റെ അമ്മയും 2 കുട്ടികളുമാണ് എനിക്കുള്ളത്. ഓക്കെ, അമ്മയുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് ഇപ്പോൾ എത്ര വയസ്സായി സാറേ? 89 ആയി. ഓക്കെ. അപ്പം എനിക്കൊന്ന് അമ്മ ചെറുപ്രായത്തിൽ കല്യാണം കഴിച്ചതാണോ? ഇനി അമ്മയുടെ അടുത്ത് തന്നെ ചോദിക്കണം, അത് ചോദിച്ചിട്ടില്ല. ഓക്കെ. അമ്മയുടെ ആരോഗ്യത്തിന്റെ രഹസ്യം എന്തെങ്കിലും നമ്മളോട് വെളിപ്പെടുത്താനുണ്ടാവുമോ സാറേ? വീട്ടമ്മയാണ്. വീട്ടിലെ ജോലിയൊക്കെ ചെയ്യുമായിരുന്നു. വീട്ടിലെ ജോലിയൊക്കെ ചെയ്യായിരുന്നു. ആഹാര നിഷ്ഠ എന്തെങ്കിലും ഉള്ളതാണോ അമ്മയ്ക്ക്? ആഹാരനിഷ്ഠ സാധാരണ ആഹാരം, വീട്ടിലെ ആഹാരം തന്നെയാണ് കഴിക്കുന്നത്. പോയി കഴിക്കാറില്ല, വെളിയിൽ നിന്ന് കഴിക്കാറേ ഇല്ല. ആ, അതാണ്. ഓക്കെ. അപ്പോൾ എന്നിട്ട് വീട്ടിലെ ഭാര്യയുണ്ട്. ചേച്ചി എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? വീട്ടമ്മ തന്നെയാണ്. ഓക്കെ. നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റ് കണ്ടിട്ട് സാറിന് എന്താണ് തോന്നുന്നത്? കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റ് വളരെ 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 സ്പീഡിൽ വികസനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 5 വർഷം മുമ്പ് അല്ലെങ്കിൽ 10 വർഷം മുമ്പുള്ള സ്ഥിതിയല്ല ഇത്. തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ എറണാകുളം വരെയോ അല്ലെങ്കിൽ കോഴിക്കോട് വരെയോ പോവുകയാണെങ്കിൽ കേരളം തന്നെ മാറിയതായിട്ട് തോന്നും. അത്രയും നാഷണൽ ഹൈവേയുടെ ഡെവലപ്മെൻറ്റും ബാക്കിയെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. പണ്ട് കാലത്തുണ്ടായിരുന്നു എന്നാൽ ഇന്നത്തെ കാലത്ത് ഇല്ല എന്ന് തോന്നുന്ന ഒരു കാര്യം? പരസ്പരമുള്ള അടുപ്പവും സ്നേഹവും. പരസ്പരമുള്ള അടുപ്പൊക്കെ ഒന്ന് കുറഞ്ഞു പോയെന്നാണ് സാറിൻ്റെ ഒരു വാദം. കാരണം പണ്ട് കുറച്ചുകൂടെയൊക്കെ നേരിട്ടൊക്കെ കണ്ട് സംസാരിക്കുമായിരുന്നു അല്ലേ സാറേ? ഇപ്പം എല്ലാവരും വോയിസ് നോട്ടും ടെക്സ്റ്റ് മെസ്സേജൊക്കെ ആയിട്ട് എല്ലാത്തിലും കുത്തിക്കൊണ്ടിരിക്കും. എല്ലാവരും മൊബൈലാണ്. അപ്പം മുഖത്തോട് മുഖമൊന്നും നോക്കി ആരും കണ്ണോട് കണ്ണൊന്നും മിണ്ടിയൊന്നും പറഞ്ഞൊന്നും ഇരിക്കുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാൻ പോലും ശ്രമിക്കാറില്ല. എല്ലാവരും അവരവരുടെ മൊബൈലിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. സാറിന് അത് ഇഷ്ടമാണോ അതോ സാറിന് അതിനോട് വിയോജിപ്പാണോ? പൂർണ്ണമായിട്ടും മൊബൈലിൽ ശ്രദ്ധിച്ചിരിക്കുന്നതിനോട് ഇഷ്ടമില്ല. മൊബൈലിൽ ചില ഗുണങ്ങളുണ്ട്, പക്ഷേ അതിൽ തന്നെ അത് മാത്രം കൊണ്ട് എല്ലാ കാര്യവും നടക്കുമെന്ന് വിചാരിക്കുന്നത് ശരിയല്ല. ഓക്കെ, കേട്ടായിരുന്നല്ലോ. ഫുൾ ടൈം മൊബൈൽ പിടിച്ചിരിക്കുന്നത് ഈ സാറിന് ഇഷ്ടമല്ല, അങ്കിളിന് ഇഷ്ടമല്ല. ഓക്കെ. അപ്പോൾ ഇനി ചേച്ചിയിലേക്ക് വരാം. ചേച്ചി? എൻ്റെ പേര് ജയാദേവി, റിട്ടയർഡ് ഹയർ സെക്കൻഡറി ടീച്ചറാണ്. ഹയർ സെക്കൻഡറി ടീച്ചർ. ഏതായിരുന്നു വിഷയം? ബോട്ടണി ആയിരുന്നു. ഓക്കെ. പിന്നെ എൻ്റെ വീട്ടിൽ ഹസ്ബൻഡും മോനും മോളും അമ്മയും ഉണ്ട്. അതെ. മോള് മാരീഡാണ്, അമ്മൂമ്മയാണ്, കൊച്ചുമോനുണ്ട്. കൊച്ചുമോനാണ്. എങ്ങനെയുണ്ട് ഈ കൊച്ചുമോനുമായിട്ടുള്ള ഒരു ഇതെങ്ങനെയുണ്ട്? ജനറേഷൻ ഗ്യാപ്പ് നമ്മൾ എങ്ങനെയാണ് ഫില്ല് ചെയ്ത് പോകുന്നത്? കുഴപ്പമില്ല. മോനിപ്പോൾ എന്നോടും ഇല്ല. മോള് ഹൈദരാബാദിലാണ്, IIT-ലാണ് മരുമോൻ വർക്ക് ചെയ്യുന്നത്. വരുമ്പോൾ മാത്രമേ ഉള്ളൂ അവസ്ഥ വരുന്നത്. അതെ. പിന്നെ അവൻ വയ്ക്കുന്ന കാർട്ടൂൺ എല്ലാം ചേച്ചി ഇരുന്ന് കാണുന്നുണ്ടോ? ഉണ്ട്. പിന്നെ വീഡിയോ കോള് വിളിക്കാറുണ്ട്. അതെ. ഇപ്പൊ സാറ് പറഞ്ഞു ഈ മൊബൈലിന്റെ ഒരു ഇത് ഭയങ്കരമായിട്ട് സാറിന് ഈ കാലത്ത് മിസ് ചെയ്ത് പോകുന്നുണ്ട്. പണ്ട് എല്ലാവരും ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യായിരുന്നു, ഈ വട്ടം കൂടിയൊക്കെ ഇരുന്ന് സംസാരിക്കുമായിരുന്നു. ചേച്ചിക്ക് അതുപോലെ മിസ്സിങ് എന്ന് തോന്നിയ ഒരു കാര്യം എന്താണ്? മിസ്സിങ് ആയിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല. കാരണം ഇപ്പോഴും എല്ലാവരും നല്ല കോണ്ടാക്ട്സിലുണ്ട്. പിന്നെ നമുക്ക് വീഡിയോയിലൊക്കെ കാണാം. പണ്ടാണെങ്കിൽ അങ്ങനെ ആരെയും കാണാൻ പറ്റില്ലായിരുന്നല്ലോ. അപ്പോൾ ഫോൺ വളരെ ചുരുക്കമായിട്ടേ ഫോൺ വിളിക്കുകയുള്ളൂ. അന്ന് ലാൻഡ് ലൈനാണ്. ഇപ്പോൾ മൊബൈലിൽ കൂടെ കണ്ട് സംസാരിക്കാം.
അപ്പോൾ കോൺടാക്ട്സ് ഉള്ളവർക്കുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കൂട്ടായ്മകൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. വാട്സപ്പ് ഗ്രൂപ്പായാലും നമ്മൾ പണ്ട് പഠിച്ച ആൾക്കാരെയൊക്കെ ഒന്നുകൂടെ ഒന്ന് കാണാനൊക്കെ ഉള്ളൊരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അതെ, അങ്ങനെയൊക്കെ അലുമിനിയം കൂടാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അതെ, നല്ലതാണെന്നാണ് പറയുന്നത് ടെക്നോളജി ഒക്കെ. പിന്നെ അതിൻ്റെതായിട്ടുള്ള പോരായ്മകളും ഉണ്ടാകാം. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു ആപ്പ് ഏതാണ് ചേച്ചിക്ക്? എത്ര അങ്ങോട്ട് കൈ വഴങ്ങി വരുന്നില്ല എന്ന് തോന്നുന്ന ഒരു ആപ്പ് ഏതാണ്? അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല. എല്ലാ ആപ്പും മാക്സിമം യൂസ് ട്രൈ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. യൂത്തിനോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ചേച്ചി. അതിന് വേണ്ടി വീഡിയോ കോളൊക്കെ ചെയ്യാനായിട്ട് കൊച്ചുമോനെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ചേച്ചി അതിൽ ഹാപ്പിയാണ്. ഇന്നത്തെ കാര്യത്തിൽ ഒരു വിഷമവും ഇല്ല. ഇനി സാറിലേക്ക് വരുമ്പോ, എൻ്റെ പേര് രാധാകൃഷ്ണൻ മംഗലത്ത്, സംവിധായകനുമാണ്. സാറിനി ആരാന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാൻ. കാരണം എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കൃത്യം സൂര്യ TV-യിൽ ഈ ഒരു പാട്ട് കേട്ടാൽ ഞങ്ങൾ എല്ലാവരും ഓടി വരുമായിരുന്നു, ഇന്ദുമുഖി ചന്ദ്രമതി. കാരണം ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു മലയാള ടെലിവിഷനിൽ ഏറ്റവും ഹിറ്റായിട്ടുള്ള ഈ പറഞ്ഞ പോലെ കോമഡി ഒരു സിറ്റ് കോം എന്ന് പറയുന്ന ഇത് തന്നെയായിരുന്നു. അയ്യോ, ഭയങ്കര രസമായിട്ട് മല്ലിക സുകുമാരൻ, മല്ലിക ചേച്ചിയും മഞ്ജു ചേച്ചിയും കൂടെ തകർത്ത് അഭിനയിച്ച ഒരു സീരീസും കൂടെ ആയിരുന്നു. സീരിയലെല്ലാം വളരെ സീരിയസ് ആയിരുന്നു. അതായത് അമ്മയും മരുമകൾ അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അടിയായിരുന്നു. അത് കണ്ണീരിൻ്റെതായിരുന്നു. അപ്പം ഇതിനെ എങ്ങനെ ഫണ്ണിയാക്കാമെന്നുള്ള, ഞാൻ എപ്പോഴും ചിരിക്കുന്ന ആളാണ്, എപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കുന്ന ആളാണ്. അതാണ് ഒരു ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് പരീക്ഷണങ്ങൾ നടത്തിയ ഒരു സീരിയലായിരുന്നു. ആണ്. കാരണം ഇന്ന് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന അതിൻ്റെയൊക്കെ തുടക്കം കുറിച്ച ആൾക്കാരാണ് ഈ നിൽക്കുന്നത്. കാര്യം ആ ഒരു സീരിയലിന് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. സൂര്യ TV-യുടെ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ചാർട്ട്സിനെ മാറ്റിമറിച്ചൊരു സീരിയൽ കൂടിയായിരുന്നു. കാരണം ഭയങ്കര രസമായിട്ട് മല്ലിക ചേച്ചി കുറച്ചിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ അതിനെ മിമിക് ചെയ്ത് ഒരുപാട് പേരൊക്കെ ഇങ്ങനെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോഴത്തെ എല്ലാ സീരിയലിലും ഇപ്പോൾ അതിനെ ഫോളോ ചെയ്തിട്ട് ഓർക്കുക. അന്ന് മല്ലിക ചേച്ചി സാധാരണ അതെന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വീട്ടമ്മമാർ ഒക്കെയും കഷ്ടപ്പെട്ടിട്ട് രാത്രി ഒരു 10 തൊട്ട് 10 വരെ ആയിരുന്നു. അപ്പോൾ അതൊന്ന് ക്ഷീണിച്ചിരിക്കുമ്പോൾ ഒന്ന് ചിരിക്കുകയും നല്ല വസ്ത്രങ്ങൾ കാണാൻ ആഗ്രഹിക്കാത്ത ആരുമില്ല, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് മല്ലിക ചേച്ചി ഉറക്കഴിക്കുമ്പോൾ പോലും പട്ടുസാരിയില്ല ആയിക്കോട്ടെ എന്ന് വെച്ചു. ഇപ്പൊ എല്ലാ സീരിയലിലും പട്ടുസാരിയില്ല ഉറക്കഴിക്കുന്നത്. അത് വേറെ ഒന്നുമല്ല, കാണുന്നവർക്ക് കണ്ണിനൊരു ഇത് കിട്ടാനായിട്ടുള്ള ഒരു എന്റർടൈൻമെന്റ് ഇല്ലേ, അതിനുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചിന്തിച്ചത്. പക്ഷെ അത് പിന്നെ ഒരു ട്രെൻഡായി മാറി. അത് വളരെ സന്തോഷമുണ്ട്. പിന്നെ ഒരു കലാസംവിധായകൻ കൂടിയാണ്. പക്ഷെ ചെയ്ത വർക്കിൽ സാറിന് ഏറ്റവും ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ തന്നൊരു വർക്ക് ഏതായിരിക്കും സാറിന്? അല്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ചാനലിനെ നമ്മൾ ചെയ്യുന്നതിന് എല്ലാത്തിനും ചാനലിന്റെ കൈകടത്തലുകൾ ഉണ്ടാവും. അന്ന് ഇതില്ലായിരുന്നു. ഇന്ദുമുഖി ചന്ദ്രമതി ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് സ്റ്റോറീസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ അതല്ല. ഇപ്പൊ തമിഴിലോ തെലുങ്കിലോ ഹിറ്റായ ഒരു സീരിയൽ എടുത്ത് റീമേക്ക് ചെയ്യുന്നതാണ്. അപ്പൊ അതിനോട് നമുക്ക് വലിയ താല്പര്യമില്ല. പിന്നെ ഒരു ദിവസം 1-2 എപ്പിസോഡ് ചെയ്യുക. ഇപ്പൊ വാർദ്ധക്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് ടെൻഷൻ അടിക്കാനുള്ളതൊന്നും പറ്റത്തില്ല. ഈ ഒരു കാലത്ത് ഏറ്റവും സാറിന് ഇഷ്ടമുള്ളൊരു കാര്യം എന്താണ്? ഞാനിപ്പോൾ ഇവരുടെ ട്രെൻഡില്ല. ഇപ്പം എന്നോട് ചോദിക്കുകയാണ്, ഇപ്പം പഴയ കാലമാണോ ഈ കാലമാണോ ഇഷ്ടം എന്ന് പറയാൻ, ഞാൻ അവരോട് പറയും എനിക്ക് ഇവരുടെ കാലം ഇഷ്ടമെന്ന് പറയും. ഞാനിപ്പോൾ ജനിക്കാൻ ആഗ്രഹിക്കുന്നത് സത്യ, എന്തോ ഒരു സ്വാതന്ത്ര്യമുണ്ട്. കാരണം വെച്ചാൽ നമുക്കേ ഇവരുടെ മുന്നിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജ്ഞാനം തുറന്നു കിടക്കുക, ഒരു മൊബൈലിനുള്ളിൽ വേൾഡേ തുറന്നു കിടക്കുക. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എൻ്റെ കുഞ്ഞെ ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിന് ഒരു ലവ് ലെറ്റർ കൊടുക്കണമെങ്കിൽ എന്തോരൊക്കെ സത്യശാണിക്കണം. യുവന്മാർക്കൊക്കെ എന്തോരം എളുപ്പമെന്ന് അറിയാവോ? എടുത്തു വെച്ച് നമ്പർ മേടിച്ചിട്ട് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. നമ്മുടെ കാലത്തുള്ള CCTV എന്ന് പറഞ്ഞാൽ ഇന്നത്തെ CCTV ഒന്നുമല്ല. കാരണവന്മാർ ഓരോ സ്ഥലത്തിരുന്ന് ഇങ്ങനെ വാച്ച് നിന്റെ മോനെ ഇന്ന് ആ പെണ്ണിനെ ഇങ്ങനെ നോക്കുന്നത് കണ്ടോ, ഒന്ന് ശ്രദ്ധിച്ചോടനെ. അല്ലെങ്കിൽ മോളോട് പറയടി നിന്റെ മോളുടെ പോക്കത്ര ശരി, അവളെ ഈ പോകുന്ന വഴിക്ക് ഇടക്കണ്ണു ഇട്ട് ആ ചെക്കനെ നോക്കുന്നുണ്ട്. ഭയങ്കര CC ക്യാമറ ആയിരുന്നു അന്നൊക്കെ കാലങ്ങളിൽ. ഇന്നത്തെ CC ക്യാമറ മാറിയിരിക്കും. ഇന്നൊന്നുമില്ല. പിള്ളേർ പറയും ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞിട്ടാ പോകുന്നത്, നിനക്കെന്താന്ന് കേൾക്കും. അതുകൊണ്ട് ഇവരുടെ കാലത്തിൽ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സത്യമാണ്. ശരിയാണ് സാറ് പറഞ്ഞ, അന്നൊന്നും ഒരു സ്വാതന്ത്ര്യവും ഇല്ല. ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനോടൊപ്പം ഒന്ന് ചേർന്ന് നടക്കാൻ പോലും പറ്റിയിട്ടില്ല, ഒന്ന് നോക്കാൻ പറ്റിയിട്ടില്ല. പുസ്തകത്തിനകത്ത് എനിക്ക് തരേണ്ട ഒരു ലവ് ലെറ്റർ കൊണ്ട് ഒരു പെൺകൊച്ച് എത്രയോ മാസം നടന്നു ഇങ്ങോട്ട് എനിക്ക് തരാൻ. കാരണം വെച്ചാൽ ഞാൻ അവളോട് പറഞ്ഞു അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറയാൻ വേണ്ടി കൊണ്ടുവരണം. പിന്നെ അവസാനം പുസ്തകമുള്ള ആൾക്കൊക്കെ തൂക്കി വിറ്റു, അതെങ്ങനെയോ പോയി വേറെ എവിടെ എത്തിയെന്ന്. അതെ, അത് അവസാനം നമ്മൾ ഈ എന്തോ പറയുമല്ലോ, എവിടെയോ വെച്ച് കല്യാണമൊക്കെ കഴിഞ്ഞ് എവിടെയോ വെച്ച് കണ്ടുമുട്ടിയപ്പോഴാണ് പറഞ്ഞത് എടാ ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു, ഞാൻ നിനക്കൊരു മറുപടി കത്ത് എഴുതിയിരുന്നു, അത് ഏതോ ആക്രിക്കിടക്കാരൻ്റെ കയ്യിൽ പോയെന്ന്. സോ കണ്ടില്ലേ, ഒരു ടെക്നോളജി ഇല്ലാത്തതിന്റെ പേരിൽ ഒരു എന്താ പറയുക, ഒരു ട്രൂ ലൈവ് വരെ നഷ്ടപ്പെട്ട ഒരാളാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമേ വരുന്നില്ല അല്ലെ? നിന്നിൽ നിന്ന് എന്നെ തുടങ്ങാം. നിന്നെ കണ്ടാൽ അറിയാം, നീ മിനിമം ഒരു 3 പെമ്പിള്ളാർക്കെങ്കിലും ഡെയിലി വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ടെന്ന് പറഞ്ഞേ. ആണോ അല്ലയോ എന്നൊന്ന് കേൾക്കട്ടെ. മെസ്സേജ് ഒന്നും അയക്കില്ല. മെസ്സേജ് അയക്കില്ല. പിന്നെ എന്താണ്?
ഗേൾസുമായിട്ട് ഒരു ബന്ധവും ഇല്ല, സൗഹൃദം ഫ്രണ്ട്സ് പോലും? ആയിട്ടുണ്ട്. പേരെങ്ങനെയാണ്, ഏത് ക്ലാസ്സിലാണ്? എൻ്റെ പേര് ആദിത്യൻ, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സായി കൃഷ്ണ, ചെങ്കലിലാണ്. ഓക്കെ, ചെങ്കലിലാണ് പഠിക്കുന്നത്. വീട്ടിൽ അച്ഛൻ, അമ്മ, ഞാൻ. അച്ഛൻ്റെ പേര് സജയൻ, അമ്മയുടെ പേര് കവിത. ഓക്കെ, എന്നിട്ട് വലുതാകുമ്പോൾ ആരാകണം എന്നാണ് മോൻ ആഗ്രഹിക്കുന്നത്? എനിക്കൊരു ആർക്കിടെക്ചർ. ആർക്കിടെക്ചറാണ്. എന്തുകൊണ്ട് നീ ആർക്കിടെക്ചർ തന്നെ തിരഞ്ഞെടുക്കുന്നു? എനിക്ക് ബിൽഡിങ്സ് ഒക്കെ പണിയാൻ ഇഷ്ടമാണ്. നല്ല പണിയാ മോനെ. ഞാനൊരു സിവിൽ എഞ്ചിനീയറാണ്, നല്ല എളുപ്പമുള്ള പരിപാടിയാ. എന്നിട്ട് ബാക്കി ഒരു ആഗ്രഹങ്ങളും ഇല്ല? അങ്ങനെ ആഗ്രഹമൊന്നുമില്ല. പിന്നെ ഒരു കരാട്ടെ മാസ്റ്റർ ആവണം. കരാട്ടെ മാസ്റ്റർ ആവണം. കരാട്ടെ മാസ്റ്റർ ആവണം. കരാട്ടെ പഠിക്കുന്നുണ്ടോ മോൻ? പഠിക്കുന്നുണ്ട്. ഓക്കെ, ഏത് ബെൽറ്റ് ആണ്? ബെൽറ്റ് വല്ലതും ഉണ്ടോ? ബ്ലാക്ക് ബെൽറ്റ്. ബ്ലാക്ക് ബെൽറ്റ്. ബ്ലാക്ക് ബെൽറ്റ് ആണോ? എനിക്കത് മാത്രമല്ല. അപ്പൊ എന്തായാലും 2 മൂവ് എനിക്ക് എപ്പോഴെങ്കിലും കാണിച്ചു തരുമോ എപ്പിസോഡിൽ? കാണിച്ചു തരാം. ഓക്കെ. എൻ്റെ പേര് രശ്മിക ജി സുരേഷ്. ഞാൻ LMS HSS സമരവിള അതിൽ 8ാം ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത്. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, ഞാൻ, പിന്നെ ചേട്ടനുണ്ട്. ചേട്ടൻ എത്രയിലാ? ചേട്ടൻ കോളേജിലാണ്. കോളേജിൽ എങ്ങനെയുണ്ട് ചേട്ടനും അനിയത്തിയായിട്ടുള്ള ബന്ധം? ഭയങ്കര സ്നേഹമാണ്. ഭയങ്കര സ്നേഹമാണ്. എല്ലാം മേടിച്ചു തരുമോ ചേട്ടൻ? അച്ഛനും അമ്മയും മേടിച്ചു തരാത്ത കാര്യങ്ങളൊക്കെ ചേട്ടനോട് പറയാറുണ്ടോ? പറയാറുണ്ട്. വഴക്ക് പറയാറുണ്ടോ ചേട്ടൻ? ഇടയ്ക്കിടയ്ക്ക്. ചേട്ടൻ എങ്ങനെയുണ്ട് മൊത്തത്തില്? പൊളിയാണ്. പൊളിയാണ് ചേട്ടൻ. കണ്ടോ സാറേ, വാക്കുകൾ വരുന്നുണ്ടോ? പൊളിയാണ്. ചേട്ടൻ എങ്ങനെയുണ്ട്? പൊളിയാണ്. പണ്ടൊന്നും അങ്ങനെ പറയില്ല. ചേട്ടൻ നല്ലതാണ്, നല്ല സ്വഭാവമാണെന്നേ പറയുള്ളൂ. പൊളിയാണ് ചേട്ടൻ. ഓക്കെ, മോൾക്ക് എന്താകണം എന്നാണ് ആഗ്രഹിക്കുന്നത്? ISRO ജോലി. ISROയില് സയന്റിസ്റ്റ് ഒക്കെ ആയി. ഓക്കെ, അടിപൊളി. ഇനി ആളിലേക്ക് വരുമ്പോ? പേര് ശ്രീനിധി. ശ്രീനിധി. ഞാൻ 7th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ഓക്കെ. ഭാരതീയ വിദ്യാപീഠം പാറശാലയിലാണ്. വീട്ടില് അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്. അച്ഛൻ്റെ പേര് സുചിത്രകുമാർ, അമ്മയുടെ പേര് ശ്രീജ. ചേച്ചി മാറ്റി ഒന്ന് ചേട്ടനാക്കണം എന്നത് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. കാരണം പല പെൺകുട്ടികളും ഈ വിഷമം അനുഭവിക്കുന്നതായിട്ട് എന്നോട് മനസ്സ് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ചേച്ചിമാർ ഭയങ്കര ശല്യക്കാരാണ്. എന്ത് രീതിയിലാണ് ശല്യമായിട്ട് മോക്ക് തോന്നുന്നേ? ഇറിറ്റേറ്റ് ചെയ്യാൻ വരും. ഇറിറ്റേറ്റ് ചെയ്യാൻ വരൂ ചേച്ചിമാർ? എന്തെങ്കിലും സീരിയസ് ആയിട്ട് കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇറിറ്റേറ്റ് ചെയ്യാൻ വരും. ചേട്ടന്മാരാണെങ്കിൽ ആ ശല്യം ഇല്ല കേട്ടോ. ഫോണ് പോലും നോക്കുന്നുമില്ല. വല്ലപ്പോഴും വന്നൊന്ന് ഉപദേശിച്ചിട്ട് പോകും, നന്നായിട്ട് പഠിക്കണേ അങ്ങനെ. ചേച്ചി എത്രയിലാ പഠിക്കുന്നേ? കോളേജിലാണ്. ഓക്കെ. ഇറിറ്റേറ്റ് ചെയ്യുന്നു. മോൾ എപ്പോഴെങ്കിലും അത് പ്രതികരിച്ചിട്ടുണ്ടോ? എന്താ പറയുന്നേ? ഇടി കൊടുക്കുവോ? നീ ചേച്ചിക്ക് ഇടി കൊടുക്കുവോ? ഷോ. എന്നിട്ട് ചേച്ചി അത് കൊണ്ടോണ്ട് നിൽക്കുമോ അതോ തിരിച്ചു തരുമോ? തിരിച്ചു തരും. ഈശ്വര, അവിടെ ഒരു കൊണ്ടും കൊടുത്തൊരു ഫാമിലി ഗോദാ പോലെ. അച്ഛനും അമ്മ എന്നിട്ട് വന്ന് ഇടപെടില്ലേ? ഇടപെടത്തേ ഇല്ലേ? ഇല്ല. ഈശ്വര, അത് ബ്ലഡ് ഷെഡ് ഗെയിം ആണല്ലോ. അച്ഛൻ സിംഗപ്പൂരിലായോണ്ട് അച്ഛനൊന്നും പ്രതികരിക്കാൻ. അച്ഛൻ സിംഗപ്പൂർ ഇരിക്കുകയല്ലേ, കടലിൽ കിടന്ന് ഇനി വന്ന് ഇതിനു വേണ്ടി പ്രതികരിക്കാൻ തുടങ്ങിയ അവസാനം അമ്മ എന്നാ പറയുന്നേ? അമ്മ ഒന്നും പറയില്ല, കണ്ടുകൊണ്ട് നിൽക്കുവോ? നിങ്ങളിത് എങ്ങനെ? ഇത് ശീലമുണ്ട്. അമ്മയ്ക്ക് ഇത് ശീലമുണ്ട്. അപ്പൊ നിങ്ങളിത് എങ്ങനെ, ഇത് ആര് വിജയിച്ചു എന്ന് എങ്ങനെയാ കൽപ്പിക്കുന്നേ? തൊമ്മനും മക്കളിലെയും പോലെ ഇങ്ങനെ തല്ലി തീർക്കാണോ? തല്ലി തോപ്പിക്കാന്ന് പറഞ്ഞ പോലെ? അവസാനം ആരാണോ അടിയെടുക്കും വിജയിക്കും. ആരാണോ അവസാനമായിട്ട് അടി കൊടുക്കുന്നത് അവർ ജയിക്കും. അതായത് ആരാണോ വീഴുന്നത് അവൻ എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയാകുമ്പോൾ ഇവർ മറ്റേ വിജയിയായിട്ട് പ്രഖ്യാപിക്കുന്നു. അപ്പൊ ഗോദയിലെ നിയമം തന്നെ. ഓക്കെ, അപ്പൊ എന്തായാലും ദേ കണ്ടില്ലേ, പല രീതിയിലുള്ള ആൾക്കാർ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പ്രേക്ഷകർക്കും YXO കേരള എന്ന ഞങ്ങളുടെ ഈ ഒരു ഷോയിൽ പങ്കെടുക്കാൻ ഇതാ ഒരു സുവർണാവസരം. ചെയ്യേണ്ടത് ഇത്ര മാത്രം. സ്ക്രീനിൽ കാണുന്ന ചോദ്യത്തിനുള്ള ശരി ഉത്തരം ദേ ഇപ്പോൾ തന്നെ YXO കേരള എന്ന ഞങ്ങളുടെ ഇൻസ്റ്റാ പേജിൽ DM ചെയ്യൂ. ശരിയായിട്ടുള്ള ഉത്തരങ്ങൾക്ക് ഉറപ്പായ സമ്മാനങ്ങൾ. സോ കീപ് ഓൺ മെസ്സേജിങ് ആസ് ഞങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡ് കഴിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ ഞങ്ങളുടെ YXO കേരള എന്ന ഇൻസ്റ്റാ പേജിൽ കിട്ടണം. സോ ബാക്കി കാര്യങ്ങൾ അറിയാം. അതിനു മുമ്പായിട്ട് ആദ്യത്തെ റൗണ്ടിലേക്ക് കടക്കുന്നു. GK റൗണ്ട്. സോ ആദ്യത്തെ റൗണ്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. ബസർ റൗണ്ടാണ്. ആദ്യം ബസർ പ്രസ് ചെയ്യുന്ന ടീമിനായിരിക്കും അവസരം കിട്ടുക. ഒരു ആൻസറിന് ലഭിക്കുന്നത് 2 പോയിന്റ് ആണ്. ഓക്കെ, റെഡി? സോ ഞങ്ങളുടെ ആദ്യ ചോദ്യത്തിലേക്ക് കടക്കുന്നു. വിച്ച് ലേക്ക് ഇസ് നോൺ as ശ്രീനഗർസ് ജുവൽ? ശ്രീനഗറിന്റെ രത്നം എന്നറിയപ്പെടുന്ന തടാകം ഏതാണ്? ദി O ടീമാണ് ബസർ പ്രസ് ചെയ്തിരിക്കുന്ന. ചേച്ചി? ദാൽ ലേക്ക്. ശരി ഉത്തരം. അറിയായിരുന്നോ? അറിയത്തുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അവരത് പ്രസ് ചെയ്യാനേ ആലോചിച്ചില്ല. അത് കേട്ടതും പോയി. ഓക്കെ, അറിയത്തേ ഇല്ല. ഓക്കെ, ദാൽ തടാകമാണ് ശരി ഉത്തരം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. വിച്ച് ഓഷ്യൻ ലൈസ് ബിറ്റ്വീൻ ആഫ്രിക്ക ആൻഡ് ഓസ്ട്രേലിയ? ആഫ്രിക്കയ്ക്കും ഓസ്ട്രേലിയയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഏതാണ്? വീണ്ടും O ടീമാണ്. ചേച്ചി?
ഇന്ത്യൻ ഓഷ്യൻ. ഇന്ത്യൻ ഓഷ്യൻ ആണോ? പസഫിക് ആണോ? ഇന്ത്യൻ ആണോ? ഇന്ത്യൻ ഓഷ്യൻ ആണ്. ഇന്ത്യൻ കറക്റ്റ് ആൻസർ. ഇന്ത്യൻ ഓഷ്യൻ. കണ്ടില്ലേ, മിടുക്കരായിട്ട് ഇവർ ഈ പറഞ്ഞ പോലെ ഈ മുടി ഇച്ചിരിയൊക്കെ നനച്ചിട്ടൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. നിങ്ങളെക്കാൾ സ്പീഡിൽ നിൽക്കുക. അതുപോലെ ചേച്ചി സാറും ഒക്കെ പറയുന്ന ഇന്നത്തെ ജനറേഷൻ്റെ ആൾക്കാരാണ് അവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പിടിച്ച് ഇന്നോണം കേട്ടോ, പതറരുത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. വിച്ച് വാസ് ഗാന്ധിജീസ് ഫസ്റ്റ് സത്യാഗ്രഹ ആൻഡ് ഇൻ വിച്ച് സ്റ്റേറ്റ് ഡിഡ് ഇറ്റ് ടേക്ക് പ്ലേസ്? ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? ഏത് സംസ്ഥാനത്താണ് അത് നടന്നത്? ദി വൈ ടീമാണ്. കേട്ടില്ല. ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹം ശരി ഉത്തരം. ഏത് സ്റ്റേറ്റ് ആണെന്നറിയാം? ബീഹാർ. ബീഹാറും ശരി ഉത്തരം. കറക്റ്റ് ആൻസർ. ദ മൂവി ഷിൻലേഴ്സ് ലിസ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ വിച്ച് വാർ? ഷിൻലേഴ്സ് ലിസ്റ്റ് എന്ന സിനിമ ഏത് യുദ്ധത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്? ദി ഓ ടീം. സെക്കൻഡ് വേൾഡ് വാർ. സെക്കൻഡ് വേൾഡ് വാർ ശരി ഉത്തരം. അറിയായിരുന്നോ? അറിയാഞ്ഞിട്ടാണോ മിണ്ടാതെ നിൽക്കുന്നേ? അടുത്ത അഞ്ചാമത്തെ ചോദ്യമാണ്. വാട്ട് വാസ് ദി ഒബ്ജക്റ്റീവ് ഓഫ് ISRO's ആദിത്യ L1 മിഷൻ? ISROയുടെ ആദിത്യ L1 ദൗത്യത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? കണ്ടോ ഇത്? ഫുള്ള് ബസറിലെ മറുത്ത് ചേച്ചി ഒന്നും പറയാനില്ല. സൂര്യനെ കുറിച്ചുള്ള പഠനം. സൂര്യനെ കുറിച്ചുള്ള പഠനമായിരുന്നു ആദിത്യ L1 എന്നാണ് ചേച്ചി പറഞ്ഞിരിക്കുന്നത്. സൂര്യൻ കറക്റ്റ് ആൻസർ. ഇത് എവിടെ നിന്ന് ഇത്രയും നോളജ്? വായിക്കാറുണ്ട്. പത്രം വായിക്കാറുണ്ട്. ഓക്കെ, കണ്ടില്ലേ, പത്രം ന്യൂസ് കേൾക്കാറുണ്ട്. ന്യൂസും കേൾക്കാറുണ്ട്. നിങ്ങൾ ആരെങ്കിലും പത്രം വായിക്കുന്ന ടീമുകളാണോ? അല്ല, പത്രം വായിക്കാറേ ഇല്ല. നീയോ? ന്യൂസ് കാണും, പത്രം വായിക്കില്ല. പത്രം വായിക്കുന്ന പരിപാടിയില്ല. വായിക്കില്ല. എന്നാലും ഒരു രസത്തിന് വേണ്ടി ചേച്ചി ചോദിക്കുകയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു 3 പത്രങ്ങളുടെ പേര് പറയാൻ പറഞ്ഞാൽ മലയാളം മതി. ദേശാഭിമാനി, മലയാള മനോരമ, മാതൃഭൂമി. എല്ലാം അറിയാം, പക്ഷെ വായിക്കത്തില്ല ഞങ്ങൾ. ഇനി കണ്ടാലും ഞങ്ങൾ വായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വെറുതെ കിട്ടിയാലും ഞങ്ങൾ വായിക്കില്ല എന്നാണോ? എന്താ, പത്രം ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ അതോ നിങ്ങൾക്ക് ഈ പറഞ്ഞാല് സമയം കിട്ടാറില്ല? ഒരുപാട് പരിപാടി ഈ പറഞ്ഞ പോലെ ലോണിൻ്റെ EMI നോക്കണം, കാർ ലോൺ അടയ്ക്കണം, പിന്നെ വീട്ടിൽ പോയി പിള്ളേർക്കും എല്ലാം വച്ച് കൊടുക്കണം, കഞ്ഞിയും കറിയും വെക്കണം. അവക്കാണെങ്കിൽ ചേച്ചിയായിട്ട് ഇടി വിടണം. ഇനി പുതിയ ഏതാ WWF എന്ന് കണ്ടുപിടിക്കണം. പാവം പിള്ളേർ സമയം കിട്ടുന്നില്ല. പക്ഷേ ഇവർക്ക് എല്ലാവർക്കും നല്ല സമയമുണ്ട്. ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, കൊള്ളാടാ. ഓക്കെ, ഇനി അടുത്ത 6ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഹൗ മെനി ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ദെയർ ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര മൗലികാവകാശങ്ങൾ ഉണ്ട്? 6. കണ്ടോ ഇത്? 6 പറഞ്ഞിരിക്കുകയാണ്. 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് നമുക്കുള്ളതെന്ന് പറയുന്നു. ശരി ഉത്തരം. 7ാമത്തെ ചോദ്യം. വിച്ച് കോണ്ടിനെന്റ് ഹാസ് ദി ഹയസ്റ്റ് നമ്പർ ഓഫ് കൺട്രീസ്? ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുള്ള ഭൂഖണ്ഡം ഏതാണ്? ആഫ്രിക്ക. ആഫ്രിക്ക എന്നാണ് കുഞ്ഞുങ്ങൾ ഉത്തരം നൽകിയിരിക്കുന്നത്. ആഫ്രിക്ക ശരി ഉത്തരം. എത്ര രാജ്യങ്ങളുണ്ടെന്ന് വല്ല ഐഡിയ ഉണ്ടോ ആഫ്രിക്കയിൽ? ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. 20 എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ചേച്ചി? ഇല്ല. 54 രാജ്യങ്ങളാണ് ആഫ്രിക്കയിലുള്ളത്. ഓക്കെ, നോ വറീസ്. എന്തായാലും കറക്റ്റ് ആൻസർ അവർ പറഞ്ഞിരിക്കുകയാണ്. വിച്ച് പോർട്ട് ഇസ് നോൺ ആസ് ദ ഗേറ്റ് വേ ഓഫ് കേരള? ഗേറ്റ് വേ ഓഫ് കേരള എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണ്? ബസർ പ്രസ് ചെയ്തിരിക്കുന്നത് O ടീമാണ്. എന്താണ് സാറേ ഉത്തരം? കൊച്ചിയാണ്. കറക്റ്റ് ആൻസർ. ഓക്കെ, എന്തായാലും 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് ഞങ്ങൾ കടക്കുന്നു. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ലോങ്സ്റ്റ് ബോൺ ഇൻ ഹ്യൂമൻ ബോഡി? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥിയുടെ പേരെന്താണ്? ദി വൈറ്റ് ടീം. തൈ ബോൺ. റൈറ്റ് ആൻസർ. ഇതെങ്ങനെ അറിയാം? പഠിച്ചിട്ടുണ്ട്. ഓക്കെ, എനിക്കൊന്നും അറിയായിരുന്നു. മാം പ്രസ് ചെയ്തായിരുന്നു, പക്ഷെ ജസ്റ്റ് ഒരു പൊട്ടിക്കൊന്ന് മിസ്സായിപ്പോയി. പക്ഷെ കുഴപ്പമില്ല കുഞ്ഞുങ്ങൾ. ഇതാ നീ ഇപ്പുറത്തായിരുന്നില്ലേ നിന്നെ? അതെന്തത്? അത് ഞാൻ ചോദിച്ചു. എനിക്കിനി കണ്ണി ഒന്നാമത് പ്രായം കൂടി വരുന്നുണ്ട്. പക്ഷേ ഇനി ഞാൻ നേരത്തെ കണ്ടതിൻ്റെ പ്രശ്നമാണോന്ന്. നീ ഇങ്ങോട്ട് നിന്നോ വേണമെങ്കിൽ. എനിക്കൊന്ന് ഉത്തരം അറിയാണ്ട് വന്നതാണോ അതോ ബസർ പ്രസ് ചെയ്യാൻ ഇവൻ മോശമായോണ്ട് മാറ്റിയതാണോ? വെറുതെ അല്ല, പെമ്പിള്ളേർ ഇടി കൊടുത്ത് ഒതുക്കിയിട്ടതാ. കാരണം ഒരു രീതിയിലും അവൻ ബസർ പ്രസ് ചെയ്യുന്നില്ല. വല്ല കൈവച്ചോ? ഇല്ല. ഓക്കെ, എന്നാലും മാറ്റി അവരെ അങ്ങ് തൂക്കി എറിഞ്ഞു, സൈഡിലോട്ടങ്ങ് ആക്കി.
എടാ ഇതാണ് ഗേൾസ്. ഓക്കെ, അല്ല അവനാണ് പറഞ്ഞ്. അവൻ സ്വയമേ അങ്ങ് മാറി തന്നു. അവനെ കൊണ്ട് സാധിക്കുന്നില്ല. എന്തായാലും വെളിയിലിറങ്ങുമ്പോൾ ഇടി ഉറപ്പായി 2 പെൺപിള്ളേർ. അവളാണെങ്കിൽ ചേച്ചീനെ ഇടിച്ച് തഴക്കവും പഴക്കവും വന്ന് കിടക്കുക. അപ്പോഴാണ് അവൻ്റെ ബ്ലാക്ക് ബെൽറ്റുമായിട്ട്, മോനെ ബ്ലാക്ക് ബെൽറ്റ് ഒന്നും ഇതിൽ വർക്കാവും തോന്നണില്ലടാ. ഓക്കെ, എന്തായാലും അവരെ തന്നെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. എനിക്കൊന്നും ചെയ്യാനില്ല, അത് അവരുടെ ചോയ്സാണ്. ഓക്കെ, ചുമ്മാ കേട്ടോ, നീ ഒന്ന് ഡിലേ വന്നോണ്ട് പെൺപിള്ളേർ അങ്ങനെ ഇത് ചെയ്തെന്നേ ഉള്ളൂ, കുഴപ്പമില്ല. ഓക്കെ, അടുത്ത 10ാമത്തെ ചോദ്യം ഇതാണ്. ഹു വാസ് ഇന്ത്യസ് പ്രസിഡന്റ് ഡ്യൂറിങ് ദി എമർജൻസി? അടിയന്തരാവസ്ഥ കാലത്തെ ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഫക്രുദ്ദീൻ അലി അഹമ്മദ്, ശരി ഉത്തരം. എനിക്ക് തോന്നുന്നു ഇവരെല്ലാവരും എമർജൻസി പീരീഡിൽ, അതായത് അടിയന്തരാവസ്ഥ കാലത്ത് ഉണ്ടായിരുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ട് എന്താണ് അടിയന്തരാവസ്ഥ കാലം? അതായത് 75-77 ആയിരുന്നു അടിയന്തരാവസ്ഥ ഇന്ത്യയിലെ. എന്താണെന്ന് വല്ല ഐഡിയ ഉണ്ടോ എന്നൊന്ന് നോക്കി നോക്കി. കൊറോണ കാലത്ത് പോലെ ആൾക്കാരൊന്നും വെളിയിറങ്ങാതെ ആയിരിക്കും, അങ്ങനെ. അതാണ് കറക്റ്റ്. പക്ഷെ പറഞ്ഞു കേട്ടോ അവൻ, ആൾക്കാർ പുറത്തിറങ്ങാതെ ഇരുന്നു സാറേ. അടിയന്തരാവസ്ഥ അതാണ് കൊറോണ കാലം പോലെ, അതാണ് കൊറോണ കാലം പോലെ. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ആദ്യത്തെ റൗണ്ട് ഇവിടെ കഴിയാണ്. ആദ്യത്തെ റൗണ്ടിലെ സ്കോറും കൂടി നമുക്കൊന്ന് നോക്കാം. ഓ ടീമിന് കിട്ടിയിരിക്കുന്നത് 14 പോയിന്റ്സ് ആണ്. ഇനി വൈ ടീമിന് കിട്ടിയിരിക്കുന്നത് 6 പോയിന്റ്സ്. ഗുഡ്. സാധാരണ അടുത്ത ഗെയിം റൗണ്ടിൽ വൈ ടീം കിഡിലായിട്ട് കളിച്ച് കയറുന്ന ഒരുപാട് കാഴ്ചകൾ ചേച്ചി ഇവിടെ കണ്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം. സോ ഞങ്ങളുടെ 2ാമത്തെ റൗണ്ടിലേക്ക് ഞങ്ങൾ കടക്കാൻ പോവാണ്. 2ാമത്തെ റൗണ്ട് ഗെയിം റൗണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഗെയിം റൗണ്ട് ആരംഭിക്കാൻ പോവാണ്. ഇന്നത്തെ ഗെയിം പുൾ ദി കപ്പ്. വേറൊന്നുമില്ല സാറേ, എൻ്റെ ദേ ഈ ഒരു ടേബിളിൻ്റെ അവിടെയായിട്ട് വെള്ളം നിറച്ചൊരു കപ്പ് ഇരിക്കുന്നുണ്ട്. ടിഷ്യൂ പേപ്പറിലാണ് കപ്പ് ഇരിക്കുന്നത്. ഈ ടിഷ്യൂ പേപ്പർ ഈ ജസ്റ്റ് ദേ ഒന്ന് ഉയർത്തി ഈ കപ്പിനെ ഇങ്ങോട്ടേക്ക് നീക്കി, ഇത് ടിഷ്യൂ റോൾ ചെയ്ത് കപ്പിനെ മാക്സിമം നീക്കിക്കൊണ്ട് വരണം. പക്ഷേ ഇതിനൊരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. ഇപ്പം കപ്പ് ഫുള്ളി ഞാൻ ഫില്ല് ചെയ്തിട്ടില്ല. ആരാണോ മത്സരിക്കാൻ വരുന്നത് അവരെത്തുമ്പോഴത്തേക്കും ഞാൻ ഈ കപ്പ് നിറയെ വെള്ളം ഫില്ല് ചെയ്തായിരിക്കും വയ്ക്കുന്നത്. അപ്പോൾ അറിയാലോ, ടിഷ്യൂ പേപ്പർ ആയതുകൊണ്ട് വളരെ ലൈറ്റ് ആയതുകൊണ്ട് തന്നെ വെള്ളം വീഴുമ്പോഴത്തേക്കും അത് മുറിഞ്ഞു പോകാനുള്ള ടെൻഡൻസി കാണിക്കും. അപ്പോൾ മാക്സിമം ശ്രദ്ധിക്കേണ്ടത് വെള്ളം തുളുമ്പാതെ വേണം നിങ്ങളിത് പുള്ളി ചെയ്യാനായിട്ടുള്ള. അതാണ് അതിൻ്റെ ടെക്നിക്ക് എന്ന് പറയുന്നത്. വെള്ളം വീണുകൊണ്ടിരുന്നാൽ ഈ ടിഷ്യൂ പേപ്പർ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ എത്ര സമയം എടുത്താലും ഇത് പുള്ളായി വരത്തില്ല. ഓക്കെ, 3 മിനിറ്റാണ് നമ്മൾ ഓരോ ടീമിനും കൊടുക്കാൻ പോകുന്നത്. 3 മിനിറ്റിൽ എത്ര ദൂരം അവർക്ക് പുള്ളി ചെയ്യാൻ സാധിച്ചു എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ മാക്സിമം ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ. വെള്ളം മാക്സിമം തുളുമ്പാതെ നോക്കുക, ടിഷ്യൂലോട്ട് വീഴാതെ നോക്കുക. വളരെ പതിയെ ചെയ്യാവൂ. ഇൻ കേസ് ഇത് വീണു ബ്രേക്കായി എന്നിരിക്കട്ടെ, വീണ്ടും ആ പോയിന്റിൽ നിന്ന് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുമായിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം മത്സരിക്കാൻ പോകുന്നത് വൈറ്റ് ടീമിൽ നിന്നാണ്. 2 പേര് വരണം. ബിക്കോസ് ഒരാൾ വാട്ടർ വൈപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കണം ടേബിളിൽ വീഴുന്നത്. ഓക്കെ, അപ്പോൾ ആരൊക്കെയാണ് 2 പേര് വരാനിരിക്കുന്നത്? മോനും ഓക്കെ മോളും കൂടിയാണ്. ബൈ. അപ്പോൾ അറിയാലോ, ചേച്ചി പറഞ്ഞതുപോലെ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ. വെള്ളം നീ പുറത്തോട്ട് വീഴ്ത്തി ഈ ടിഷ്യൂ പേപ്പർ അപ്പം പൊട്ടിപ്പോവും, കാരണം വളരെ നൈസാണ്. ഓക്കെ, അപ്പോൾ ചേച്ചി ഫുള്ള് നിറച്ച് തരട്ടെ? നിറയ്ക്കാൻ പോവാണ്. കപ്പിന് കൊള്ളാവുന്ന മാക്സിമം വെള്ളം ഞാൻ നിറച്ചിട്ടുണ്ട്. സോ മോനെ പുള്ളി ചെയ്യാൻ പോവാണ്. പതിയെ പുള്ളിയാവും, വീണാൽ അതാവും. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ടിഷ്യൂ റോള് പൊട്ടിയിട്ടുണ്ട്. സോ ഓക്കെ, അവിടെ നിന്ന് നമ്മൾ തുടങ്ങുകയാണ്. ഇവിടെ നിന്ന് ഇതാ ഞാൻ പൊക്കി തരാം. തുടക്കടി, തുടക്കാതെ നിൽക്കുകയാണ്. ഓക്കെ, മതി മതി മതി, കുലിക്കരുത്, കുലിക്കേപ്പ് വീഴും. ഇവിടെ വെച്ചോ. ടിഷ്യൂ ഇങ്ങോട്ട് വലിച്ചോ, കുറച്ചുകൂടെ വലിച്ചോ. ഓക്കെ, പയ്യെ റോള് പൊക്കി പിടിച്ചോ. നിക്ക്, ഞാൻ വെള്ളം നിറച്ചില്ല. ഒരു ഡ്രോപ്പ് കൂടെ ഒഴിക്കാനുണ്ട്. 2 ഡ്രോപ്പ് പോയിട്ടുണ്ട്. അതൊന്നും ചെയ്യല. വലിച്ചോ, നീ പയ്യെ വലിച്ചോ. പതിയെ ഓ ഓക്കെ, ടിഷ്യൂ പേപ്പർ
വെച്ചോ. ഒരു ഡ്രോപ്പ് പോയിട്ടുണ്ട്. ഓക്കെ, ഒന്നുകൂടെ എടുത്തോ, ഒന്നുകൂടെ ഇങ്ങോട്ട് വെച്ചു. വെള്ളം ഒഴിക്കുന്നില്ല ഇനി. ഓക്കെ, കമോൺ. പതിയെ വലിക്കണം, പതിയെ വലിക്കണം, പതിയെ വലിക്കുക, പതിയെ വലിക്കുക. പതിയെ വലിക്കുക. കീറുന്നുണ്ട്, വെള്ളം വീഴുന്നുണ്ട്, വെള്ളം വീഴുന്നുണ്ട്. അവിടെ നിന്ന് തുടയ്ക്കോ. 20 സെക്കൻഡ് കൂടെ ഉള്ളൂ. ഇത് എനിക്ക് തന്ന പണിയാണോ എന്ന് എനിക്കൊരു ചെറിയ ഡൗട്ടുണ്ട്. ഓക്കെ, പതിയെ വലിച്ചോ. റോൾ ചെയ്തോ, റോൾ ചെയ്തോ, റോൾ ചെയ്തോ, ടിഷ്യൂ റോൾ ചെയ്തോ. ഒരുവിധം എത്തിച്ചിരിക്കുകയാണ് അവൻ. ഏറെക്കുറെ 3 മിനിറ്റിലൊക്കെയാണ് അവൻ എത്തിച്ചിരിക്കുന്നത്. നോക്കാം, എന്തായാലും പ്രിസൈസ് ടൈം നോക്കാം. അതിനു മുമ്പ് മറ്റേവർ എത്ര ടൈമിൽ ഇത് തീർക്കുന്നു എന്ന് ഒന്ന് നോക്കി നോക്കാം നമുക്ക്. ആരൊക്കെയാണ് പ്ലേ ചെയ്യാൻ വരുന്നത്? സാറും ചേച്ചിയും കൂടെയാണ്. പ്ലീസ് ബൈ. ഞാൻ വെള്ളം ഫില്ല് ചെയ്യാൻ പോട്ടെ. ഫില്ല് ചെയ്യാണ്. അവർക്ക് ഫില്ല് ചെയ്ത അതേ ഇതിൽ തന്നെ ഫില്ല് ചെയ്യത്തുള്ളൂ. അനങ്ങല്ലേ, ഇനി അനങ്ങല്ലേ, ആരും അനങ്ങരുത്. അപ്പോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പതിയെ പതിയെ, തുളുമ്പാതെ, ഒരു ഡ്രോപ്പ് പോലും വീഴാതെ. വീണ് തുടങ്ങി സാറേ, പയ്യെ. വീണ് തുടങ്ങിയാൽ ടിയർ ആവാൻ സാധ്യതയുണ്ട്. പതിയെ വലിക്കാവൂ സാർ. പതിയെ വലിച്ചാ മതി. പതിയെ വലിക്കാവൂ. വീണ് തുടങ്ങി. വെള്ളം വീണ് തുടങ്ങിയിട്ടുണ്ട്. പേപ്പർ കീറി തുടങ്ങിയിട്ടുണ്ട്. പതുക്കെ ഇത് ചെയ്യാവും. നമ്മൾ ആരും അനങ്ങുന്നില്ല. ചേച്ചി അനങ്ങുക ചെയ്യരുത്. പതിയെ റോൾ ചെയ്യുക. പതിയെ റോൾ ചെയ്യുക. വെരി പതിയെ. വെരി. കീറി തുടങ്ങി. പേപ്പർ കീറി തുടങ്ങി. ഓക്കെ ചേച്ചി നോക്കിക്കോ. അല്ലല്ല, അവിടെ അല്ല, ഇവിടെ തന്നെ. ഒരു സെക്കൻഡ് സാറേ, ആ പോയ ഒരു 2 ഡ്രോപ്പും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. ഒരു ഡ്രോപ്പേ പോയുള്ളൂ. സാറ് പറഞ്ഞു കണ്ടോ, വാശി. ഓക്കെ, നിറച്ചിട്ടുണ്ട് സാറേ. കമോൺ, പതുക്കെ മതി സാർ, പതുക്കെ മതി സാർ. കറക്റ്റ് ആണ്. പതുക്കെ മതി. വെള്ളം വീണു തുടങ്ങി. തുടങ്ങി. പോയി. ചേച്ചി നന്നായിട്ട് തുടച്ചു. നന്നായിട്ട് തുടച്ചിട്ട് കുറച്ചുകൂടെ ഇങ്ങോട്ടോ ചേച്ചി. നനവ് മാറ്റി. ഓക്കെ, കമോൺ സാറേ. റോൾ ചെയ്ത് തുടങ്ങിക്കോ.
2 തവണ വെള്ളം വീണ് ടിയർ ചെയ്തിട്ടുണ്ട്. ചേച്ചി സ്വർണ്ണമല്ല, നമുക്ക് പിന്നെ ഇടാം. അനങ്ങിയ വെള്ളം വീഴും, ചേച്ചി അനങ്ങിയാലും വെള്ളം വീഴും. പയ്യെ റോൾ ചെയ്യ, വെരി പയ്യെ, വെരി പയ്യെ. സാറിന്റെ അടുത്തോട്ട് കപ്പ് വരണം, സാറിന്റെ അടുത്തോട്ട് കപ്പ് വരണം, വളരെ അടുത്തോട്ട് വരണം, അടുത്തോട്ട് വരണം. ഒന്നുകൂടെ വരാനുണ്ട്, വരാനുണ്ട്. കുറച്ചുകൂടെ സാറിന് വലിക്കാം. ഓക്കെ, സോ ആയിരിക്കുകയാണ്. അപ്പോൾ ടൈം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇനിയായിരിക്കും. സാറ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് സാർ, താങ്ക് യു. സോ ഗെയിം റൗണ്ടിൻ്റെ ടൈം നമ്മളിവിടെ ഇതാ റിവീൽ ചെയ്യാൻ പോവാണ്. ഓ ടീം ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് 3 മിനിറ്റ്സിനും എബവ് ആയിട്ടാണ്. 3 മിനിറ്റ്സ് 5 സെക്കൻഡ്സിലാണ് സാറ് ഗ്ലാസ് സാറിൻ്റെ അടുത്തേക്ക് എത്തിച്ചത്. ആൻഡ് വൈ ടീം, നിങ്ങൾക്ക് എന്നാ തോന്നുന്നു? അതിന് ചെറിയ കുറച്ച് വ്യത്യാസങ്ങളുണ്ടോ? കൂടുതലായിരിക്കും, കുറവായിരിക്കും? എന്നാ തോന്നുന്നു? കൂടുതലായിരിക്കും എന്നാണ് മക്കൾ പറയുന്നത്. ഏറ്റവും കൂടുതൽ വെള്ളം വീഴ്ത്തി ബ്രേക്ക് ചെയ്തത് അവരായിരുന്നു. എന്നാൽ പോലും 5 സെക്കൻഡിൻ്റെ വേരിയേഷനിൽ 2 മിനിറ്റ് 55 സെക്കൻഡിൽ അവരാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. വെറും 5-6 സെക്കൻഡിൻ്റെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ കൂടുതൽ തവണ വിട്ടുവിട്ട് പോയത് അവരായിരുന്നു. എന്നാലും കുറച്ചുകൂടെ സ്പീഡിൽ അവർ പുള്ളി ചെയ്ത് കയറ്റി എന്നുള്ളത് ജസ്റ്റ് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ സാറും ചേച്ചിയും മനോഹരമായിട്ട് തന്നെ ബ്രില്യൻ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും ഇന്നത്തെ തലമുറയിൽ, ഇപ്പം നിങ്ങൾ 3 പേരും ഇന്നത്തെ തലമുറയുടെ ആൾക്കാരാണ്. ഇവരുടെ കാലത്തായിരുന്നു എങ്കിൽ നല്ലതാണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്? ഇവരുടെ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ, ഇവർ അടിയന്തരാവസ്ഥ കണ്ടിട്ടുണ്ട്, അന്നത്തെ കാലത്ത് കത്ത് കൊടുത്താണ് ഇവരൊക്കെ പ്രണയിച്ചത്, മണി ഓർഡർ അയച്ചിട്ടുണ്ട്, അല്ലേ സാറേ? ഇന്നെല്ലാം ജിപേയും പേടിഎം ഒക്കെ ആയി. അപ്പം അന്നത്തെ കാലത്തായിരുന്നോ ഇന്നത്തെ കാലത്താണോ? ഏത് കാലമാണ് നല്ലതെന്ന് മക്കൾക്ക് തോന്നുന്നു? പഴയ കാലം. ഇത് ആരാണ് പഠിപ്പിച്ചു വിടുന്നത്? നിനക്ക് കുറച്ച് പഴയ കാലമാണ് ഇഷ്ടം. വെറുതെ ഇരിക്കുക, എപ്പോഴും കളിക്കാൻ പോവാം അവക്ക്. ഓക്കെ, പിന്നെ ഇതൊക്കെ തന്നെ. ഇതൊക്കെ കളിക്കാൻ പോവാന്നുള്ളതുകൊണ്ട് അവക്ക് പഴയ കാലമാണ് ഇഷ്ടം. ഓക്കെ, മോനോ ഏത് കാലമാണ് നല്ലതെന്ന് തോന്നുന്നു? എനിക്ക് ഇപ്പോഴത്തെ കാലമാണ്. ഇപ്പോഴത്തെ അവ ഇന്നത്തെ ആളാണ്. ഇനി പഴയ കാലത്തെ പറ്റി ചിന്തിക്കുന്നേ ഇല്ല. ഇവരുടെ കാലത്ത് ഏറ്റവും പ്രശ്നമായിട്ട് മോന് തോന്നുന്ന ഒരു കാര്യം എന്താണ്? അങ്കിള് നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര റെസ്ട്രിക്ഷൻ. ഏത് കാര്യമാണ്? എല്ലാത്തിനും. നീ പറ, എന്നാലേ ചേച്ചിക്ക് അറിയാൻ പറ്റൂ. എന്നാലും ഞാൻ എപ്പോഴും മൊബൈലൊന്നും ഇല്ലല്ലോ, അപ്പം എന്റർടൈൻമെന്റ്സ് ഒന്നും കുറെ കാണൂല. എന്റർടൈൻമെന്റ്സ് നീ ഉദ്ദേശിക്കുന്നത്? ടി വി അങ്ങനെ. അല്ലാതെ സാറ് പറഞ്ഞ പക്ഷെ അതൊന്നും അല്ലല്ലോ. പെൺപിള്ളേരെ കാണാനും മിണ്ടാനും കഴുത്ത് കൊടുക്കാൻ പോലും പറ്റാത്ത ഒരു കാലമായിരുന്നു. വലുതാകുമ്പോ നോക്കാം. വലുതാവുമ്പോൾ ഇനി എന്നാണ്? ഇനി വലുതാവട്ടെ, 10 ആവട്ടെ. ഓക്കെ, നീ ഉള്ള 2 വാട്സപ്പ് ഗ്രൂപ്പിന്റെ പേരുകള്? ക്ലാസ് ഗ്രൂപ്പ് പറയല്ലേ, അല്ലാതെ വാട്സപ്പ് ഗ്രൂപ്പ് ഒന്നും ഇല്ല. വാട്സപ്പ് ഗ്രൂപ്പേ ഇല്ലേ? എനിക്കില്ല. ഇല്ല, എനിക്ക് വാട്സപ്പേ ഇല്ല. വാട്സപ്പ് ഇല്ല. വാട്സപ്പ് ഇല്ലാതെ എങ്ങനെ ജീവിക്കുന്നു ഈ കാലത്ത്? ഇൻസ്റ്റാഗ്രാം ഉണ്ട്. ഇൻസ്റ്റാഗ്രാം വഴിയാണ് അവൻ എല്ലാവർക്കും മെസ്സേജ് ചെയ്യുന്നത്. ഓക്കെ, മോളുള്ള 2 വാട്സപ്പ് കൂട്ടായ്മ ഗ്രൂപ്പിന്റെ പേര്? പഴംപൊരി. പഴംപൊരിയോ? അതെന്താണ് ഈ പഴംപൊരി ഗ്രൂപ്പ്? ആരൊക്കെയാണ് ബാക്കി പഴങ്ങൾ? എനിക്കിഷ്ടമായി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ ഇങ്ങനത്തെ ഗ്രൂപ്പുകൾ. പഴംപൊരി. ഓക്കെ, ഫ്രണ്ട്സ് ഉള്ളതാണോ ചോദിച്ചത്? അല്ല, അങ്ങനെയല്ല, നീ ഇഷ്ടമല്ല. ഇതുമല്ല, പഴംപൊരിയിൽ ആരൊക്കെയാണ് ഉള്ളത്? നിങ്ങൾ എന്തുകൊണ്ട് പഴംപൊരി വട ഒന്നും എടുത്തില്ല? പഴംപൊരിയിൽ തന്നെ സുഗിയനുണ്ട്, ബോണ്ടയുണ്ട്, ഹൽവയുണ്ട്, ലഡ്ഡു ഉണ്ട്. എന്തുകൊണ്ട് വായി പഴംപൊരി? ഇഷ്ടമുള്ളതുണ്ട്. എല്ലാവർക്കും പഴംപൊരിയാണോ ഇഷ്ടം? എത്ര പേരുണ്ട് പഴംപൊരിയില്? അത് കൊറോണ സമയത്ത് തുടങ്ങിയതാണ്. അന്നേ ഉണ്ട് പഴംപൊരി. എല്ലാവരുടെ കയ്യിലും നമ്പർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരുടെയും കൂടി ചേർന്ന് റിലേറ്റീവ്സിന് മാത്രം. റിലേറ്റീവ്സ് ആണോ പഴംപൊരികള്? കുടുംബ റിലേറ്റീവ്സ് അതോ? അതെ. സൂപ്പർ കേട്ടോ. സാധാരണ ഫാമിലി ഗ്രൂപ്പ് വടക്കേടത്ത് തെക്കേടത്തെന്നൊക്കെ കേട്ടിട്ടുള്ളത്. ഇത് ആദ്യമായിട്ടാണ് പഴംപൊരി ഫാമിലി എന്നൊക്കെ. ഇവിടെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഏതൊക്കെ 2 ബ്യൂട്ടി ഗ്രൂപ്പുകൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് പറഞ്ഞേ. ഇല്ല, കുറേ ഗ്രൂപ്പുണ്ട്. കുറേ ഗ്രൂപ്പ്. എന്നാലും രസകരമായിട്ടുള്ള പേരുകളുള്ളത് മാത്രം പറഞ്ഞാൽ മതി. നമ്മുടെ ഫാമിലി ഗ്രൂപ്പുണ്ട്, ബാബൂസ് ചങ്ക്സ്. ബാബൂസ് ചങ്ക്സ്. ഹസ്ബൻഡിന്റെ പേര് ബാബു എന്നാണ്. അപ്പോൾ ബാബൂസ് ചങ്ക്സ്, ചങ്കുകള്. ഓക്കെ. പിന്നെ ഒത്തിരി എവർലാസ്റ്റിംഗ് ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ ഈ വനിതാ സമാജത്തിൻ്റെ ഒരു കൂട്ടായ്മയുണ്ട്. അതിൽ
ഞങ്ങൾക്ക് ഒരു മ്യൂസിക് ഗ്രൂപ്പുണ്ട്, നീലാംബരി ഗ്രൂപ്പ്. നീലാംബരി. വേറെ രസകരമായിട്ടുള്ള ഈ പഴംപൊരി പോലുള്ള ഏതെങ്കിലും ഗ്രൂപ്പുകളുണ്ടോ? ഇല്ല. പിന്നെ തിരുവാതിര ഗ്രൂപ്പുണ്ട്, കാദംബരി. കാദംബരി ഗ്രൂപ്പ്. കാദംബരി, നീലാംബരി, കാദംബരി, അങ്ങനെ വാട്സപ്പ് തുറക്കാൻ പറ്റത്തില്ലല്ലോ. ഒത്തിരി ഉണ്ട് ഒഫീഷ്യലായിട്ട്. എനിക്ക് തോന്നുന്നു 1000കണക്കിന് മെസ്സേജുകൾ കാണുമല്ലോ ഈ 10 ഗ്രൂപ്പുകളായിട്ട്. കുറേ ഗ്രൂപ്പുണ്ട്. 1000-ൽ കൂടുതലുണ്ടോ? അല്ല, 1000 ഒന്നും ഉണ്ടാവും. 1000 ഒരു ദിവസം ആ ഫോണിന്റെ അവസ്ഥ ഒന്ന് ആലോചിക്കാൻ ഹാങ് ആയി. എന്നാലും ബാബു ചങ്സ് കൊള്ളാം. ഈ ബാബു ചേട്ടൻ എവിടെയുണ്ട്? ഇവിടെ ഉണ്ട്, ട്രിവാൻഡ്രത്തുണ്ട്. എങ്ങനെയുണ്ട് ചേട്ടൻ? കുഴപ്പമില്ല ചേട്ടൻ. ഹസ്ബൻഡാണ് കേട്ടോ. കുഴപ്പമില്ല ചേട്ടൻ. അപ്പോൾ നിങ്ങളുടെ 2 റൗണ്ടുകൾ കഴിയുമ്പോഴത്തേക്കും 11 പോയിന്റ്സ് ആണ് നമ്മുടെ വൈ ടീമിനുള്ളത്. ഓ ടീമിന് കിട്ടിയിരിക്കുന്നത് 14 പോയിന്റ്സ് ആണ്. സൂപ്പർ. അപ്പോൾ 3ാമത്തെ റൗണ്ടിന് കടക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ബ്ലാക്ക് ബെൽറ്റ് ഉണ്ട് കേട്ടോ സാറേ. അപ്പോൾ ഒരു മൂവെങ്കിലും, ഒരു അടിത്തടയെങ്കിലും ഞങ്ങൾ കാണണ്ടേ? ഓക്കെ, നീ ധൈര്യമായിട്ട് വായോ. അന്ന് കഴിഞ്ഞു. ബ്ലാക്ക് ബെൽറ്റ് ആണ് കേട്ടോ സാറേ. ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയിരിക്കുന്ന ഒരു കുഞ്ഞാണ്, കുഞ്ഞു മിടുക്കനാണ്. സോ അപ്പോൾ നമുക്ക് വേണ്ടി കുറച്ചൊരു മൂവ്സ് ഒക്കെ കാണിക്കോ? ചേച്ചി മാറിത്തരാം. ഓക്കെ, റെഡി? യെസ്. നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല. നല്ല ഫാസ്റ്റായിട്ട് നല്ല ഗ്രേസ് ഉണ്ടായിരുന്നു കാണാനായിട്ട്. അടിപൊളി. അപ്പോൾ അധികം ആരും ഒന്നും കളിക്കാൻ വരത്തില്ല. ഈ പറഞ്ഞ പോലെ ആരെങ്കിലും കൈ വെച്ചിട്ടുണ്ടോ? ഏതെങ്കിലും പയ്യന്മാർക്കിട്ട് തല്ലിയിട്ടുണ്ടോ? പണ്ട് തല്ലിയിട്ടുണ്ടോ? കരാട്ട പഠിച്ചു കഴിഞ്ഞിട്ടാണോ കരാട്ടയ്ക്ക് മുന്നേ ആണോ? കരാട്ടയ്ക്ക് മുന്നേ തല്ലിയിട്ടുണ്ട്, കരാട്ടയ്ക്ക് ശേഷം തല്ലിയിട്ടുണ്ട്. ആരെങ്കിലും അത്യാസന നിലയിൽ വല്ല ആശുപത്രിയിലാവോ അങ്ങനെ എന്തെങ്കിലും മൂക്കിടിച്ച് പരത്തുക? അങ്ങനെയൊന്നും പറ്റില്ല. ചുണ്ടൊന്ന് കീറിയിട്ടുണ്ട്. ചുണ്ടൊന്ന് കീറി? വളരെ ലൈറ്റായിട്ട് ചുണ്ടൊന്ന് ഇടിച്ച് ഞങ്ങൾ പൊളിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. എന്ത് കാര്യത്തിനാ ഇടിച്ചത് അവനെ? ഷർട്ട് വലിച്ച് നെടുവി എന്ന് പറഞ്ഞോണ്ട്. ഷർട്ട് വലിച്ച് നെടുവി? നെടുവി ഇതെന്താണ്? ഞാൻ അങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടില്ല. എക്സ്പാൻഡ് ചെയ്തു. മറ്റേ വാക്കെന്താ? മറ്റേ വാക്ക് കീറി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. നീ ഏതാ സ്ഥലം? ഏതാ? ഉദയൻകുളങ്ങര. ഓ, ആ ഭാഗത്തൊക്കെ നെടുവിയോ? അല്ല, ഒരു പയ്യൻ അടുത്ത് വന്നിട്ടുണ്ട്, ഞാൻ തേമ്പി കളഞ്ഞു എന്നൊക്കെ പറഞ്ഞു. ഞാൻ വെച്ചാൽ തേമ്പിയേ, അപ്പൊ നെടുവി. ഓക്കെ, അതിന്റെ പേര് നീ നിന്റെ ഷർട്ടിൽ തൊട്ടോണ്ട് വിട്ടില്ല നീ. അപ്പൊ തന്നെ അവന്റെ ചുണ്ടിടിച്ച് പൊളിച്ചു ചെറുതായിട്ട്. നിങ്ങൾ തമ്മിൽ വീണ്ടും കണ്ടുമുട്ടുക എന്തെങ്കിലും ചെയ്തോ? ഓ, വൈകുന്നേരം നമ്മൾ കാര്യം പറഞ്ഞാൽ തിരിച്ച് വീട്ടിൽ പോയെ. കാര്യം പറഞ്ഞ അളിയനുമായിട്ട് രണ്ടുപേരും പഴംപൊരിയും കഴിച്ചിട്ട് അങ്ങ് വീട്ടിൽ പോയി. അത്രേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പെൺപിള്ളേരും എല്ലാം ആയിരിക്കണം. പിന്നെ ജീവിതത്തിൽ അവളെ ജന്മം ചെയ്ത് അവളെ കത്തിച്ചിട്ടേ നമ്മൾ നിർത്തുള്ളൂ. അതാണ് ഞങ്ങളുടെ ബന്ധം. ഓക്കെ, അതാണ് നമ്മുടെ ബന്ധം. അത് ശരിയാണ്. ഇവർ ബോയ്സ് വേറൊരു കാര്യമുണ്ട്. എത്ര ദിവസം കാണാതെ ഇരുന്ന് വിളിക്കാതെ ഇരുന്നാലും നീ ചത്തില്ലേടേ എന്ന് പറഞ്ഞ് തുടങ്ങും. പക്ഷെ പെമ്പിള്ളേരാണെങ്കിൽ പിണങ്ങി പൊക്കളയും. കാരണം അങ്ങനെ എന്തോ ഒരു പ്രശ്നമുണ്ട്. പിന്നെ വേറെ എന്താണ്? വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വേറെ മുന്നേ ഒരാളെ ഇടിച്ചു എന്ന് പറഞ്ഞതും അതെന്ത് പ്രശ്നത്തിനായിരുന്നു? വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാണും. തലയിൽ എന്തോ മുടി പിടിച്ച് വലിച്ചെന്ന് പറഞ്ഞ്. മുടി പിടിച്ച് വലിക്കുക, ഷർട്ട് പിടിച്ച് വലിക്കുക. നീ ഇതിന് വേണ്ടിയാണോ കരാട്ടെ പഠിക്കുന്നത്? ഇല്ല, അത് കരാട്ടെ പഠിക്കുന്നതിന് മുമ്പ്. അവനെ എന്ത് ചെയ്തു? അവനെ സൈഡിൽ ഇരുന്ന ബോട്ടിലെടുത്ത് അടിച്ചു കൊടുത്തു. എന്ത് സൈഡിലിരുന്ന്? ബോട്ടിലെടുത്ത് അടിച്ചു കൊടുത്തു. സത്യം പറ, നീ KGF-ലെ റോക്കി ബോയ് അല്ലേ? വെറുതെ അവന്റെ മുടി പിടിച്ച് വലിച്ചതിനാ. ഞാൻ നിന്നെ തൊട്ടിട്ടുമില്ല, ഞാൻ നിന്നെ കണ്ടിട്ടുമില്ല. ഓക്കെ, എനിക്കൊന്നും വേല ഈ വയസ്സാങ്കാലത്ത് ഇനി ഇതൊക്കെ കൊണ്ട് ചാവാൻ. ഓക്കെ, മുടി പിടിച്ച് വലിച്ചതിന് ആ സൈഡിൽ ഇരുന്ന ബോട്ടിലെടുത്താണ് മറ്റേ തലക്കടിച്ചു. സാറേ എന്തു തോന്നുന്നു സാറേ? സാർ അന്തിച്ചിരിക്കുക. ഇതാണ് ഇന്നത്തെ തിളയ്ക്കുന്ന യൂത്ത്. ഓക്കെ, ഒന്നും ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. സാറേ എന്തു തോന്നുന്നു സാറേ? അന്ന് ജനിച്ചാണോ ഇന്ന് ജനിച്ചാണോ നല്ലതായിട്ട് തോന്നുന്നത്? ഒന്ന് മുടി പിടിച്ച് വലിച്ചതിൻ്റെ പേരിൽ അപ്പുറത്തിരുന്ന കുപ്പി എടുത്ത് തലക്കടിച്ച ആൾക്കാർ വരെ നമ്മുടെ ഈ ഗ്രൂപ്പിലുണ്ട്. ഇന്നത്തെ അവരിങ്ങനെയായിരിക്കും ഇന്നത്തെ കാര്യങ്ങൾ അവർ പറഞ്ഞു തീർക്കുന്നത്. എന്തായാലും ഓക്കെ, കൊള്ളാം, അടിപൊളി. ഓക്കെ, അങ്ങനെ നമ്മളിതാ 3ാമത്തെ റൗണ്ടിലേക്ക് കടക്കാണ്. ആൻഡ് ദ തേർഡ് റൗണ്ട്, സ്വിച്ചിങ് ഓവർ. സോ ഞങ്ങളുടെ 3ാമത്തെ റൗണ്ട് തുടങ്ങുകയാണ്. വേറെ ഒന്നുമില്ല, ഓ ടീമിൻ്റെ അടുത്ത് പുതിയ തലമുറയുടെ കാര്യങ്ങൾ ചോദിക്കും.
വൈ ടീമിൻ്റെ അടുത്ത് ഇവർക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് കണ്ടും കേട്ടും ഒക്കെ അറിയുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും. 5 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഇവരാണ് ലീഡിങ്. എന്നാലും മാക്സിമം നിങ്ങൾക്കൊന്ന് നോക്കാം ആര് വിജയിക്കും എന്നുള്ളത്. ഓക്കെ, സോ വൈ ടീമിൻ്റെ അടുത്താണ് ആദ്യത്തെ ചോദ്യം ചോദിക്കാൻ പോകുന്നത്. വിച്ച് ട്രഡീഷണൽ ആർട്ട് ഫോം ഓഫ് കേരള ഹാസ് ബീൻ റെക്കഗ്നൈസ്ഡ് ബൈ യുനെസ്കോ? യുനെസ്കോ അംഗീകരിച്ച കേരളത്തിലെ ഏത് പരമ്പരാഗത കലാരൂപമാണ്? യുനെസ്കോ അംഗീകാരം ലഭിച്ചിട്ടുള്ള കേരളത്തിലെ ട്രഡീഷണൽ ആർട്ട് ഫോം എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? ചുമ്മാ ഒന്ന് ഗസ് ചെയ്തെങ്കിലും റൗണ്ട് ചെയ്ത് നോക്കാം. കഥകളി. തെറ്റുത്തരാണ്, കഥകളിയല്ല. ചേച്ചി ഐഡിയ ഉണ്ടോ? കൂടിയാട്ടമാണ് കറക്റ്റ് ആൻസർ. കൂടിയാട്ടം കണ്ടിട്ടുണ്ടോ? ഭയങ്കര ഇൻട്രിക്കേറ്റ് ആണ്. കണ്ടിട്ടില്ല. നങ്ങിയാർ കൂത്ത്, കൂടിയാട്ടം ഒന്നും കണ്ടിട്ടില്ല കുഞ്ഞുങ്ങൾ. കണ്ടിട്ടേ ഇല്ല, കലാരൂപത്തെ പറ്റി അറിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. വാട്ട് ടെക്നോളജി അലൗസ് പീപ്പിൾ ടു ട്യൂൺ ഇൻ ടു ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് ടു ഹിയർ മ്യൂസിക് ആൻഡ് ടോക്ക് ഷോസ് ബട്ട് ഡസൻറ്റ് അലൗ ടു-വേ കമ്മ്യൂണിക്കേഷൻ? പേടിക്കേണ്ട. സംഗീതവും ടോക്ക് ഷോകളും കേൾക്കാൻ ആളുകളെ വ്യത്യസ്ത ഫ്രീക്വൻസികളിലേക്ക് ട്യൂൺ ചെയ്യാൻ അനുവദിക്കുന്ന എന്നാൽ 2 വഴി ആശയവിനിമയം അനുവദിക്കാത്ത സാങ്കേതിക വിദ്യ ഏതാണ്? ഇപ്പോഴും ഇത് നിലവിലുണ്ട്, ഒരുപാട് പേര് ഇത് കേൾക്കുന്നുണ്ട്. ഇതിൻ്റെ പുതിയ ഫോർമാറ്റ്സ് ഒക്കെ വന്നേ ഉള്ളൂ. ആ ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ ആ ഒരു സംഭവം അത് തന്നെയായിട്ട് നിലകൊള്ളുന്നുണ്ട്. ഇപ്പോഴൊക്കെ വീടുകളിലൊക്കെ കാണും. റേഡിയോ. ശരി ഉത്തരം. റേഡിയോ കേൾക്കാറ് വല്ലതും ഉണ്ടോ? ഇല്ല. റേഡിയോ കേൾക്കാറില്ല. വീട്ടിൽ റേഡിയോ ഉണ്ടോ ആരുടെയെങ്കിലും? നിങ്ങളുടെ വീട്ടിലെ റേഡിയോ ഇല്ലേ? പണ്ടൊക്കെ ഭയങ്കര നൊസ്റ്റുമാണ്. ഒരു 5:55 ആകുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് അത് ഓൺ ചെയ്ത് വെച്ചിട്ടാണ് പല അമ്മമാരും ക്ലോക്ക് പോലും നോക്കാതെ അതിലെ ഓരോ പ്രോഗ്രാംസ് കേട്ടിട്ടാണ് അവർ ടൈം പോലും പിടിക്കുന്നത്. എനിക്ക് തോന്നുന്നു ചേച്ചിയും സാറും എല്ലാം കൃത്യമായിട്ട് റേഡിയോ കേട്ടിരുന്ന ആൾക്കാരാണ്, ഒരു ജനറേഷനാണിത്. റേഡിയോ കേട്ടിട്ടില്ല. ഓക്കെ, എന്നാലും റേഡിയോ എന്നുള്ളവർ പറഞ്ഞു, കറക്റ്റ് ആൻസറാണ്. മൂന്നാമത്തെ ചോദ്യം. ഹൂ എമംഗ് ഇന്ദിരാഗാന്ധീസ് സൺസ് രാജീവ് ഗാന്ധി ആൻഡ് സഞ്ജയ് ഗാന്ധി ഡൈഡ് ഫസ്റ്റ്? ഇന്ദിരാഗാന്ധിയുടെ മക്കളായ രാജീവ് ഗാന്ധി, സഞ്ജയ് ഗാന്ധി എന്നിവരിൽ ആദ്യം മരിച്ചതാരാണ്? സഞ്ജയ് ഗാന്ധി. ശരി ഉത്തരം. അറിയായിരുന്നോ? ഇല്ല. രാജീവ് ഗാന്ധി കുറെ കേട്ടിട്ടുണ്ട്, സഞ്ജയ് ഗാന്ധി കേട്ടിട്ടില്ല. എങ്ങനെ രാജീവ് ഗാന്ധി? രാജീവ് ഗാന്ധിയൊക്കെ ഇപ്പൊ ടിവിയിൽ വരെയല്ലേ? രാജീവ് ഗാന്ധി ഇപ്പോഴും ടിവിയിൽ വരുന്നോ? ഈശ്വര, ഇവർ ആരെ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. രാഹുൽ ഗാന്ധിനെ ഇവർ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി മാറിപ്പോയി. രാജീവ് ഗാന്ധി ഇപ്പോഴും ടിവിയിലൊക്കെ വരുന്നുണ്ട്. ചുമ്മാ സഞ്ജയ് ഗാന്ധിനെ അറിയില്ല. അവർ പുള്ളിനെ പറ്റി കേൾക്കുന്നില്ല. അപ്പൊ പുള്ളി തട്ടിപ്പോയതായിട്ട് മോള് പറഞ്ഞതിന്റെ കോമഡി എന്ന് പറഞ്ഞാൽ രാജീവ് ഗാന്ധി കേട്ടിട്ടുണ്ട്, മറ്റാളെ കേട്ടിട്ടില്ല. അപ്പൊ അദ്ദേഹം നേരത്തെ മരിച്ചു കാണുമെന്ന്. അല്ല, പുള്ളിനെ പറ്റി ഞങ്ങൾ കേട്ടിട്ടില്ല. അപ്പൊ ഞങ്ങളുടെ തലമുറയ്ക്ക് വളരെ മുന്നേ അകാല മരണത്തിൽ പോയി പുള്ളി. എൻ്റെ അമ്മേ. പക്ഷെ ഇവൻ പറഞ്ഞ ഞാൻ ഞെട്ടിപ്പോയി. രാജീവ് ഗാന്ധി ഇപ്പോഴും ടി വിയിലൊക്കെ വരുന്നുണ്ടല്ലോ എന്ന്. ഞാൻ വിചാരിച്ചേ രാജീവ് ഗാന്ധിയോ? നീ രാഹുൽ ഗാന്ധിനെയാ. രാജീവ് ഗാന്ധിയുടെ മക്കളാണ് പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധിയൊക്കെ. ഓക്കെ, ഇന്ദിരാഗാന്ധി എന്ന് കേട്ടിട്ടുണ്ടോ? അതാരായിരിക്കും ഈ ഗാന്ധിമാരില്? അമ്മ. ആരുടെ അമ്മ? രാഹുൽ ഗാന്ധിയുടെ അമ്മ. അപ്പൊ ഈ സോണിയാഗാന്ധി എവിടെ കിടക്കുന്നു? ചേച്ചി. നാത്തൂൻ, കുഞ്ഞമ്മ, ഇളയമ്മ. അതാണ് ഇവര്. മഹാത്മാഗാന്ധി. അപ്പൊ ഇവരുടെ ഈ ഗാന്ധിമാരുടെ ആരായിരിക്കും? മഹാത്മാഗാന്ധി അപ്പൂപ്പന്റെ അച്ഛൻ. അപ്പൂപ്പന്റെ അച്ഛൻ. അപ്പൂപ്പനും അല്ല, അപ്പൂപ്പന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിന്റെ അച്ഛൻ. അതാണ് മഹാത്മാഗാന്ധി. അപ്പൊ ഈ ജവഹർലാൽ നെഹ്റു വേറെ ഫാമിലിയാണോ അതോ ഇവരെല്ലാവരും ഒരു ഫാമിലി ആയിരിക്കോ? വേറെ ഫാമിലി. ജവഹർലാൽ നെഹ്റു വേറെ ഫാമിലി. അപ്പൊ മഹാത്മാഗാന്ധി, ഇന്ദിരാഗാന്ധി, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എല്ലാം ഒരു ഫാമിലിയും ജവഹർലാൽ നെഹ്റു വേറെ ഏതോ ഫാമിലിയിൽ നിന്ന് വഴിക്ക് വന്ന് കയറിയതും ആകുന്നു. ഓക്കെ, അപ്പൊ പ്രിയങ്ക ഗാന്ധി ആരായിരിക്കും? ആരെങ്കിലുമൊക്കെ ആവട്ടെ. കുറെ ഗാന്ധിമാരി കാരണം. പക്ഷെ മോനെ, നമ്മൾ ഒന്ന് മാത്രം ആലോചിക്കുക, ഗാന്ധിക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ഓക്കെ, അത്രമാത്രം നീ ഇപ്പൊ മനസ്സിലാക്കുക. ഓക്കെ, നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഇമേജ് കാണിക്കും. ആ വണ്ടി ഏതാണെന്ന് നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യണം. ഐഡന്റിഫൈ ദ വെഹിക്കിൾ. ഓക്കെ, ഇമേജ് നോക്കാം. ഇമേജ് ഇതാണ് വണ്ടി. കോളിളക്കം സൃഷ്ടിച്ചൊരു വണ്ടിയാണിത്. അംബാസഡർ. ശരി ഉത്തരാണോ സാറേ? അതോ മാരുതിയാണോ? മാരുതി അല്ല, അംബാസഡർ ആണെന്ന് ഉറപ്പിച്ചു. അംബാസഡർ. ശരി ഉത്തരം. മോളാണ് പറഞ്ഞത്. വീട്ടിൽ അംബാസഡർ കാർ ഉണ്ടോ? ഇല്ല.
ഇല്ല. വീട്ടിൽ പിന്നെ ഇത് അംബാസഡർ ആണെന്ന് മോൾക്ക് എങ്ങനെ മനസ്സിലായി? രാവിലെ സ്കൂളിൽ പോകാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്ക് ഇതേപോലെ വണ്ടി പോകും. അപ്പം അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മ പറഞ്ഞു. അപ്പൊ അങ്ങനെ അംബാസഡർ എന്ന് കണ്ടതാണ്. നിങ്ങൾ ആരെങ്കിലും അംബാസഡർ ട്രാവൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ആരും ട്രാവൽ ചെയ്തിട്ടില്ല. മോൻ ട്രാവൽ ചെയ്ത് എന്നിട്ട് നിനക്ക് അറിയില്ല വണ്ടി ഏതാ? സാധാരണ ആൺപിള്ളേരാണ് വണ്ടി പറയാൻ. പേര് മറന്നുപോയി അംബാസഡർ, അതുകൊണ്ടാണ്. ഓക്കെ, ബാക്കി ഇവിടെ എല്ലാവരും അംബാസഡർ കയറാത്ത ആരും ഇല്ല. അംബാസഡർ ഉള്ള ആൾക്കാരുണ്ട്. സ്റ്റേറ്റസ് സിമ്പിൾ ആയിരുന്നു പണ്ടൊക്കെ. വീട്ടിലൊരു അംബാസഡർ കാർ ഇങ്ങനെ ഫ്രണ്ട് ഇടുക എന്ന് പറഞ്ഞാൽ വലിയൊരു വീടാണ്, ഭയങ്കര എന്തോ ഒരു കുലമഹിമയുടെയൊക്കെ ഒരു സിമ്പിളായിരുന്നു കേട്ടോ അംബാസഡർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണേലും ഇനി 5ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഹൂ ഈസ് ദ മെയിൻ ആക്ടർ ഇൻ ദ ഫിലിം ഭാർഗവി നിലയം? ഭാർഗവി നിലയത്തിലെ പ്രധാന കഥാപാത്രം ആരാണ് അവതരിപ്പിച്ചിരിക്കുന്നത്? ഇവർക്ക് കൃത്യമായിട്ട് അറിയായിരിക്കും. ഭാർഗവി നിലയം ഒരു പ്രേത സിനിമയായിരുന്നു. ഇറ്റ്സ് എ ഹൊറർ മൂവി ആയിരുന്നു. അന്നത്തെ കാലത്ത് എണ്ണപ്പെട്ട ഹൊറർ ചിത്രങ്ങളിൽ ഒന്നാണ് മലയാളത്തിൻ്റെ. ഭാർഗവി നിലയം എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടേ ഇല്ല. പണ്ടത്തെ നടന്മാരിൽ ഒരു പേര് പറയാൻ ഒരു അവസരം തരാം പ്ലീസ്. പഴയകാല സിനിമയാണ്. നിനക്ക് തോന്നുന്ന ആരാണ്? പറഞ്ഞോ ഒരവസരം. നടൻ ഒരു നടനെ വേഗം പറഞ്ഞോ. പറഞ്ഞതായി ഒരു പേര് പറഞ്ഞു. എന്താണേലും മോഹൻലാലോ? ഭാർഗവി നിലയത്തിലോ? പക്ഷെ ലാലേട്ടനൊക്കെ ഒന്ന് അഭിനയിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ല. ലാൽ സാറൊക്കെ ജനിച്ചു വീഴുന്നൊരു സമയമൊക്കെ ആയിട്ടുള്ളത്. അത്ര പഴയതാണ്. ഒരു പേരും കൂടെ. മുരളി. തെറ്റുത്തരം. ലാലേട്ടനല്ല, മുരളിയും അല്ല. തെറ്റുത്തരമാണ്. മധു ആണ് ശരിയായിട്ടുള്ള ആൻസർ. മധു സാർ എന്ന് കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. പ്രേം നസീറിനെ കണ്ടിട്ടുണ്ടോ? അതും കേട്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ടോ പ്രേം നസീറിനെ? ഇല്ല, കണ്ടിട്ടില്ല. അദ്ദേഹം തിരിഞ്ഞു നോക്കി ഇരിപ്പുണ്ട് കേട്ടോ. അദ്ദേഹം ഈ ഇരിക്കുന്ന സാറിനെയാണ് പ്രേം നസീർ എന്ന് ഞങ്ങൾ പറയുന്നത്. മോളിലോട്ടൊക്കെ നോക്കുന്നത് പിള്ളേര്. അതൊക്കെ അംബേദ്കറൊക്കെ പോട്ട്. അതല്ല, ദേ ഇരിക്കുന്നത് ആ ചെറിയ മീശയൊക്കെ ആയിട്ടിരിക്കുന്നുണ്ടോ? അതാണ് പ്രേം നസീർ എന്ന് പറയും. ഈശ്വര, സാറിന് സഹിക്കുന്നില്ല. സാറ് എടുത്തോണ്ട് അടിക്കാൻ ഓടുകയാണ്. മധുവിനെ അറിയില്ല, പ്രേം നസീറിനെ അറിയില്ല നിങ്ങൾക്ക്. എനിക്ക് തോന്നുന്നു ഇവർക്കൊരു പാട്ട് പറഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് അറിയായിരിക്കും. മാനസമൈനിയെ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് അത് പാടി അഭിനയിച്ച ആളാണ് മധു സാറ്. ചെമ്മീനൊക്കെ കണ്ട് കേട്ടിട്ടുണ്ടോ? ചെമ്മീൻ എന്ന സിനിമ ഒന്നുമില്ല. ഇപ്പൊ അദ്ദേഹം നല്ല ക്രിസ്മസ് പാപ്പേനെ പോലെ ഇരിക്കുന്നുണ്ട് മധു സാറ്. 90യുടെ നിറവിൽ നിൽക്കുകയാണ്. സോ എപ്പോഴെങ്കിലും കാണുക. അത് പ്രേം നസീർ ആണ് കേട്ടോ. അപ്പൊ ആദ്യമായിട്ടൊന്ന് നോക്കി വെച്ചേരെ സാറിനെ. അപ്പോൾ എന്തായാലും 5 ചോദ്യങ്ങൾ 2 എണ്ണം ഇവർ കറക്കിക്കുത്തി ശരിയാക്കിയിട്ടുണ്ട്. സോ 3 ഉത്തരം ശരിയായിട്ട് നൽകി 6 പോയിന്റ്സ് ഇവർ നേടിയിരിക്കുകയാണ്. അപ്പോൾ ഇനി എങ്ങനെയെങ്കിലും 2 ആൻസർ എങ്കിലും ശരിയാക്കിയാൽ മാത്രമേ ചേച്ചി നമുക്കിനി പിടിച്ചാൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. വാശിയേറിയ കോമ്പറ്റീഷനാണ്. എങ്ങനെയെങ്കിലും പറഞ്ഞോണോ സാറേ? ഓക്കെ, പുതിയ ചോദ്യങ്ങളാണ്, എന്നാലും നമുക്ക് നോക്കാം. ഓക്കെ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ 2021 നെറ്റ്ഫ്ലിക്സ് ഹിറ്റ് കൊറിയൻ സീരീസ് എബൌട്ട് എ ഡെഡ്ലി കോമ്പറ്റീഷൻ? മാരകമായ ഒരു മത്സരത്തെക്കുറിച്ചുള്ള 2021 നെറ്റ്ഫ്ലിക്സ് ഹിറ്റായിട്ടുള്ള കൊറിയൻ സീരീസിൻ്റെ പേരെന്താണ്? ഇതൊരു കൊറിയൻ സീരീസാണ്. ഇതൊരു ഗെയിമൊക്കെ റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു സീരീസാണ്. ഇച്ചിരി മാരകമാണ്. നിരോധിക്കണം വേണ്ടെന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നെറ്റ്ഫ്ലിക്സിൽ. വല്ല ഐഡിയ ഉണ്ടോ? നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? അവർക്കറിയാമത്. നിങ്ങൾക്ക് മധുസാറിനെ അറിയാം, അവർക്ക് മധുസാറിനെ അറിയില്ല. അവർക്ക് അതറിയാം, നിങ്ങൾക്ക് ഇതറിയില്ല. സ്ക്വിഡ് ഗെയിം ആണ്. എനിക്കൊന്നും കണ്ടിട്ടില്ല. നിങ്ങൾ കാണാറുണ്ടോ സ്ക്വിഡ് ഗെയിം? കണ്ടിട്ടുണ്ട്. അതാണ് അവർ. ചെമ്മീനേ ഉള്ളൂ കാണാത്ത. സ്ക്വിഡ് ഗെയിം അവർ കണ്ടിട്ടുണ്ട്. ഓക്കെ, അടുത്ത ഇതിൽ സാറേ കിട്ടും കേട്ടോ. ഇതിൽ എങ്ങനെയാലും നമ്മൾ പിടിച്ച് കയറുകയാണേ. ഫ്രം വിച്ച് മൂവി ഈസ് ദ ഡയലോഗ് ശ്രദ്ധിക്കമ്പാനെ? ഈ ഡയലോഗ് ഏത് സിനിമയിൽ നിന്നാണ് ഇപ്പൊ ഹിറ്റ്? സാറിനറിയാം? സിനിമയുടെ പേര് മോനെ എന്നൊക്കെ പറയും. അതെ, പേരിലൊരു ഡൗട്ട്. ഫഹദ് ഫാസിലാണ് പറയുന്നത്. ഹിറ്റ് പടമാണ്. ഭയങ്കര നമ്മളേക്ക് എനിക്ക് ആ പേര് കിട്ടുന്നില്ല. ഞാൻ കണ്ട പടമാണ്. ഇതിലാക്കിയ അമ്പാനെ എന്നൊക്കെ പറഞ്ഞ് പുള്ളി ക്ലൈമാക്സിലാണ് പുള്ളി പെർഫോം ചെയ്യുന്നത്. അതൊക്കെ ഇലുമിനാറ്റീസ് പാട്ടൊക്കെ ഉണ്ടായിരുന്നു. എനിക്കത് പേര് എനിക്ക് കൃത്യമായിട്ട് ചേച്ചി ഒന്ന് ആലോചിക്കേ. നമ്മളെയൊക്കെ ഇതിലാക്കി എന്ന് പറയാ ആ വാക്ക്. നമ്മളെ നിങ്ങൾക്കറിയായിരിക്കും അല്ലേ? അതൊക്കെ അറിയാം, കൃത്യമായിട്ട് അറിയാം. എനിക്ക് പടത്തിന്റെ പേര് കിട്ടുന്നില്ല. അതാണ് നമ്മളെ ഇതിലാക്കി എന്ന് നമ്മൾ എപ്പോഴും പറയുന്ന ഈ വാക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മളൊക്കെ ഇതിലായി. ഒരു എക്സൈറ്റ്മെന്റ്, പൂർണ്ണമായ ഒരു എക്സൈറ്റ്മെന്റ് ഫോർ മലയാളം. എക്സൈറ്റ്മെന്റ് എന്നതിന്റെ ഒരു മലയാളം. നമ്മൾ തൃശ്ശൂർ പൂരം എന്നൊക്കെ പറയുന്നത് ഒരു ഇതാണെന്ന് പറയും. ഇതൊരു ആവേശം.
ആവേശം. കറക്റ്റ് ആൻസർ. അയ്യോ, ഞാൻ ഉരുട്ടി എടുത്തു. ഓക്കെ, ആവേശം. പടത്തിന്റെ പേരിട. ഇവരിങ്ങനെ നിൽക്കുമായിരുന്നു. ഇവരിത് പറഞ്ഞില്ലെങ്കിൽ ദേഷ്യം പഠിച്ചിരിക്കുക, ഇതറിയില്ലേ എന്നൊക്കെ. അതാണ് മധുസാറിനെ പറയാത്തതിന്റെ ദേഷ്യം ഇവിടെ ഉണ്ട്, ആവേശം പറയാത്തതിന്റെ ദേഷ്യം ഇവിടെ ഉണ്ട്. പക്ഷെ കറക്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുകയാണ്. 2 പോയിന്റ് കിട്ടിയിരിക്കുന്നു. ഓക്കെ, വാട്ട് ഈസ് എ ഫുൾ ഫോം ഓഫ് GTA ഓൺലൈൻ ഗെയിം? GTA ഓൺലൈൻ ഗെയിമിന്റെ പൂർണ്ണ രൂപം എന്താണ്? GTA ഇതൊരു മോഷണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വലിയൊരു മോഷണം എന്നൊക്കെ പറയുന്ന പോലെ GTA ഫുൾ ഫോം പറഞ്ഞാൽ മതി. GTA എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ? മോഷണം അതും അറിയാം, അവർക്കറിയാം. GTA ഭയങ്കര ഹിറ്റാണ്. മോഷണം, റോബറി റിലേറ്റഡ് ഒരു ഗെയിമാണ്. കിട്ടുമെന്ന് തോന്നുന്നില്ല. ഉത്തരം ഒന്ന് വെറുതെ ഒന്ന് പറഞ്ഞു നോക്കി എന്താണെന്ന്. ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ. ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ കേട്ടിട്ടില്ല. സാർ അത് കേട്ടിട്ട് ഒരു സാറിലേക്ക് അതേത് ഗെയിമാണെന്ന്. ഞങ്ങൾ അതല്ല, ഞങ്ങൾ മാക്സിമം ഗോട്ടി കളിയൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞു പോയനെ. ഇത് ശരിയല്ല എന്ന് പറയുന്നു. അപ്പോൾ ഓക്കെ, GTA എന്നത് ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ എന്നാണ് ഇവരുടെ ഇന്നത്തെ ഭയങ്കര ഹിറ്റ് ഒരു ഗെയിമാണ് സാറേ. ഓക്കെ, കുഴപ്പമില്ല, ഇത് നമുക്ക് പിടിക്കാം. ഓക്കെ, വാട്ട് ഡസ് IRL സ്റ്റാൻഡ് ഫോർ? ഇവർ ചുമ്മാ എങ്കിലും ടെക്സ്റ്റ് ചെയ്യാറുള്ള IRL നമ്മുടെ ജീവിതവുമായിട്ട് കണക്റ്റാണ്. IRL നമ്മൾ ഈ ജീവിതത്തിൽ, നമ്മുടെ ഈ യഥാർത്ഥ ജീവിതത്തിൽ എന്നൊക്കെ നമ്മൾ വരുന്നതിൻ്റെ ഒരു പൂർണ്ണ രൂപമാണ് അതിൻ്റെ വേണ്ടത്. അതിൻ്റെ ഒരു ചുരുക്കിയ വെർഷനാണ് നമ്മുടെ ഈ യഥാർത്ഥ ജീവിതത്തിൽ എന്നുമായിട്ട് വരുന്ന IRL. ഐ ആം ഇൻ റിയൽ ലൈഫ്. ഐ ആം ഇൻ റിയൽ ലൈഫ് എന്നുള്ളത് തെറ്റാണ്. ഇൻ റിയൽ ലൈഫ് എന്നുള്ളത്, ഇൻ റിയൽ ലൈഫ് എന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ചോദ്യം കൂടെ ഉണ്ട്, ഇത് നമുക്ക് പിടിക്കാം സാറേ. വാട്ട് ഇസ് ദ നെയിം ഓഫ് ദി വാട്സപ്പ്സ് AI ബോട്ട്? ഇപ്പോൾ പുതുതായിട്ട് നമ്മുടെ വാട്സപ്പിന്റെ മുകളിലെല്ലാം നമ്മളിത് കാണുന്നുണ്ട്. നമുക്ക് എന്ത് വാട്സപ്പിനോട് ഇപ്പൊ ചോദിക്കാം? ഇത് കുറെ ക്ലൂ ആയി. ക്ലൂ വേണ്ട, ഇനി കുറെ ക്ലൂ ആയി. ഇനി ക്ലൂ വേണ്ട, കുറെ ക്ലൂ ആയി. പിടിക്കുന്നില്ല അല്ലേ? ഇല്ല, എനിക്ക് പിടിക്കുന്നില്ല ഞാൻ ക്ലൂ കൊടുക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഇപ്പം വാട്സപ്പിന്റെ ഒക്കെ തുറന്നാൽ തന്നെ നമുക്ക് മുകളിൽ ഈ സാധനം കാണാം. നമുക്ക് എന്ത് ചോദിച്ചാലും ഇതിങ്ങനെ ടെക്സ്റ്റ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. നമുക്ക് വോയിസ് അല്ല, വെറുതെ ടെക്സ്റ്റ് ചെയ്യാം. വാട്സപ്പ് യൂസ് ചെയ്യുമ്പോൾ സാറിന് വല്ല മുകളിൽ സാർ കാണുന്നുണ്ടോ ഒരു നീല കളറിൽ ഇങ്ങനെ? നീല കളറിൽ കാണുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ ശ്രദ്ധിക്കാൻ പോകാറില്ല. AI കാണാറുണ്ട്. അതിന്റെ മുന്നിൽ ഒരു സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പുറയിൽ പോയിട്ടില്ല. ഓക്കെ, അപ്പം എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ സാറിന്? എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഒരു കറങ്ങണ ഒരു സാധനം സാറിന് ഓർമ്മയുണ്ട്, ഒരു നീല കിടന്ന് കറങ്ങുന്നുണ്ട്. അതിലെന്ത് ടൈപ്പ് ചെയ്താലും അതെന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് പറയും, ഉത്തരം തരും. അതിന്റെ പേര് മെറ്റ AI എന്നാണ്. മെറ്റ അറിയായിരുന്നു, പിന്നെ ഞാൻ പറയാതിരിക്കായിരുന്നു എന്ന്. ഓർമ്മ കിട്ടിയില്ല. മെറ്റ AI ആണ്. അങ്ങനെ ഞങ്ങളുടെ 3 റൗണ്ടുകളും കഴിയുമ്പോൾ ജസ്റ്റ് ഒരു പോയിന്റിന്റെ വ്യത്യാസത്തിൽ മാത്രമാണ് ഇന്നത്തെ മത്സരം ഞങ്ങൾ അവസാനിപ്പിക്കുന്നത്. O ടീമിന് കിട്ടിയിരിക്കുന്നത് 16 പോയിന്റാണ്. ആൻഡ് Y ടീമിന് കിട്ടിയിരിക്കുന്നു 17 പോയിന്റ്. പക്ഷേ നല്ല കിടിലൻ കോമ്പറ്റീഷൻ ആയിരുന്നു, പറയാതിരിക്കാൻ വയ്യ. 2 ടീം ഇഞ്ചോടിഞ്ച് പോരാടി. സൂപ്പർ ഹാപ്പി. അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് ഡിസ്ട്രിബ്യൂഷനിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. ആദ്യം ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്ന ഞങ്ങളുടെ O ടീമിനെയാണ്. ദിച്ചുമതി സാർ. ഓക്കെ, അപ്പോൾ ഇവർക്ക് നൽകാൻ പോകുന്നത് സജനാസ് നട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സ്. കൂടാതെ ക്യാഷ് പ്രൈസ് ഉണ്ട്. മെമെന്റോസും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് നൽകുകയാണ്. ഇനി അടുത്ത നമ്മുടെ ഇന്നത്തെ വിന്നേഴ്സ് ആയ ടീം Y. ലഭിക്കാൻ പോകുന്നത് സജനാസ് നട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സ്. ₹3,000 ക്യാഷ് പ്രൈസ്. കൂടാതെ മെമെന്റോസും കൂടെ ഉണ്ട്.
പാർട്ടിസിപ്പൻസുമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് അറിവും വിവേകവും ഒക്കെ കൈമാറിക്കൊണ്ട് ഈ ഒരു ജനറേഷൻസ് തമ്മിലുള്ള പോരാട്ടം ഞങ്ങൾ തുടരും അടുത്ത അധ്യായത്തിൽ. Till the next time we meet, this is RG Media 360 presenting YXO Kerala, winding out. Gift sponsored by Chichi, The Gourmet House,